അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. इस आशीषित सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ. ദീർഘ മാസങ്ങളായി നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനയിൽ ഒരിക്കൽ കൂടെ സംബന്ധിക്കുവാൻ കർത്താവ് എനിക്കും തന്ന അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. अनेक महीनों से इस चलाए चलने वाले परमेश्वर की इस आराधना सभा में एक और बार आपके बीच आने के लिए जो अवसर मिला, मैं प्रभु को धन्यवाद देता हूँ. കർത്താവിന്റെ ദാസൻ ദീപാസനായി തന്റെ കുടുംബത്തിനായി കൂടെ കർത്താവിൽ സഹകരിക്കുന്ന ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവമക്കളുണ്ട്, അഭിഷിക്തന്മാരുണ്ട്. എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. विशेष रूप से हालेलुया परमेश्वर के दास दीप पास्टर, उनका परिवार और इस सभा में जुड़े हुए हर एक लोगों को जो राज्यों के विभिन्न भागों से जुड़े हैं, अनेक अभिषक्त लोग हैं, उन सबों को प्रभु यीशु मसीह के नाम में हमारा प्रेम वंदना. വിശേഷാൽ എന്റെ മെസ്സേജുകൾ പല ആവർത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർത്തും കർത്താവിന് നന്ദി പറയുന്നു. आमीन. हालेलुया. विशेष तौर से अनुवाद करने वाले भाई के लिए भी मैं प्रभु का धन्यवाद देता हूँ. അറിയാം, ഒത്തിരി ദീർഘനാളുകളായിട്ട് താൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇത് കർത്താവിന്റെ ഒരു മിനിസ്ട്രിയാണ്. आमीन. हालेलुया. अनेक समय से प्रभु के संदेशों का भाई अनुवाद कर रहे हैं. यह भी प्रभु की एक सेवकाई है. നാം എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും ഇവിടെയും നിത്യതയിലും അതിനൊരു പ്രതിഫലമുണ്ട്. आमीन. हालेलुया. जो कुछ हम प्रभु के नाम के लिए करते हैं इस दुनिया में रहते समय भी और अनंत जीवन में भी उसका प्रतिफल है. കർത്താവിന്റെ ദാസൻ ദീപപാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിലുള്ള വന്ദനങ്ങളെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. दीप पास्टर उनके परिवार, उनके सेवकाइयों के लिए प्रार्थना करते हैं. विशेष तौर से उनके साथ जुड़े हुए हर एक लोगों को एक और बार प्रभु यीशु मसीह के नाम में मेरा प्रेम वंदना. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിനകത്ത് എവിടെയൊക്കെയോ ദൈവം ചലിച്ചതും വിടുതലുകൾ ചെയ്തതുമാണ് നിങ്ങൾ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ കാരണം. और एक बात तो यहाँ पर पूरा पक्का है कि हालेलुया आपके जीवन में परमेश्वर ने अद्भुत किए हैं, इसी वजह से आज भी लगातार आप इस प्रार्थना में शामिल हो रहे हो. അതർവൈസ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. अगर परमेश्वर ने आपके जीवन में कोई अद्भुत नहीं किए होते तो मुझे नहीं लगता कि आप ऐसे प्रार्थना में आते भी या नहीं. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം എവിടെയൊക്കെയോ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിടുതലുകളും ചെയ്യുന്നതാണ്. തുടർന്ന് നമുക്ക് അവന്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ കർത്താവ് ഇടവരുത്തുന്നത്. हमारे जीवन में परमेश्वर जो अद्भुत काम करते हैं, छुटकारे जो देते हैं, वही एक आनंद है जिस वजह से परमेश्वर पर भरोसा रखते हुए फिर से हम उसकी उपस्थिति में आ पाते हैं. ഇന്നും ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കിയല്ലോ. और आज भी इस प्रकार एक साथ आने के लिए परमेश्वर ने हम सबों को अवसर दिया. വളരെ വേഗത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു ദൈവാലോചന പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. बहुत ही जल्दी परमेश्वर के द्वारा दिए हुए वचनों को आप तक पहुंचाकर मैं आप लोगों के लिए प्रार्थना करना चाहता हूं. അതിനാധാരമായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ. लूका रचित सुसमाचार 10वां अध्याय उसका 18वां और 19वां पद हम पढ़ेंगे. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമാണ്. आमीन. वचन इस प्रकार कहता है, लूका का सुसमाचार 10वां अध्याय उसका 18वां और 19वां पद. उसने उनसे कहा, मैं शैतान को बिजली के समान स्वर्ग से गिरा हुआ देख रहा था. देखो मैंने तुम्हें सांपों और बिच्छुओं को रौंदने का और शत्रु की सारी सामर्थ पर अधिकार दिया है और किसी वस्तु से तुम्हें कुछ हानि ना होगी. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. एक पल हम अपनी आंखों को बंद करें, परमेश्वर से हम प्रार्थना करेंगे. പിതാവേ, ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണല്ലോ. परमेश्वर आपका यह वचन स्वर्ग में हमेशा के लिए स्थिर किया गया है. കർത്താവേ, ഈ മാസങ്ങൾ തുടർമാനമായിട്ട് അങ്ങയുടെ വചനം കേൾക്കാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യ അവസരങ്ങൾക്കായി നന്ദി. परमेश्वर इन दिनों में लगातार आपके वचनों से सुनने के लिए जो अवसर आपने हमें दिया, जो सौभाग्य दिया, उसके लिए हम धन्यवाद देते हैं. ബൈബിൾ ഇങ്ങനെ പറയുന്നല്ലോ, परमेश्वर आपका वचन इस प्रकार कहता है, അപ്പത്തിനായുള്ള വിശപ്പല്ല, रोटी के लिए भूख नहीं, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, या पानी का प्यास भी नहीं. ഒരു സീസൺ വരുന്നു യഹോവയുടെ വചനങ്ങളെ അതുപോലെ
ദാഹിക്കുകയും വിശക്കുകയും ചെയ്ത ഒരു ജനറേഷൻ വരുമെന്ന് അങ്ങയുടെ വചനത്തിനകത്തുണ്ടല്ലോ. मगर आपके वचन में लिखा गया है कि ऐसी एक पीढ़ी आएगी जो आपके वचन के लिए वे लोग भूखे और प्यासे होंगे. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനം യേശുവിന് തത്തുല്യമായിട്ട് ഞങ്ങൾ കാണുകയാ. परमेश्वर आज आपके वचनों को आपके समान ही हम देखते हैं. അങ്ങയുടെ വചനം അങ്ങേ പോലെ കരുത്തുള്ളതാണ്. परमेश्वर आपका वचन आपके समान सामर्थी है. കർത്താവേ, അങ്ങയുടെ വചനം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. परमेश्वर आपका वचन जीवन देने वाली आत्मा है. അങ്ങയുടെ വചനം അങ്ങേ പോലെ ഞങ്ങളെ ആക്കി തീർക്കുന്നതാണ്. परमेश्वर आपका वचन हमें भी आपके जैसे बना देता है. ഇന്ന് പകൽ കേൾക്കുന്ന സകലരുടെ മേലും ഈ വചനം ജീവനായി ആത്മാവായി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर जितने लोग आज इन वचनों को सुनते हैं, आत्मा के रूप में, जीवन के रूप में उन लोगों पर ये उतर आने पाए. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സകലരുടെ മേലും ഇറങ്ങട്ടെ. परमेश्वर की आत्मा का अभिषेक हर एक लोगों के ऊपर उतराने पाए. സകലരും ദൈവവചനത്തിന് ജീവനിൽ നടക്കാൻ സഹായിക്കണം. हर एक लोगों को हालेलुया जीवन में चलने के लिए, वचन के जीवन में चलने के लिए प्रभु सहायता करे. വചനത്തിന്റെ വാതിലുകൾ തുറക്കുന്നതിനായി നന്ദി. वचनों के द्वारों को आप खोल रहे हो, उसके लिए धन्यवाद करते हैं. വചനം ഇന്ന് പകൽ സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി. परमेश्वर आप वचन से आज बात करने जा रहे हो, उसके लिए हम धन्यवाद करते हैं. വിടുതലുകൾ ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി നന്ദി. छुटकारे आज दिन में होने जा रहे हो, उसके लिए हम धन्यवाद करते हैं. സകല ബഹുമാനവും സകല പുകഴ്ചയും അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. सारा आदर और महिमा आप ही को देते हैं, सब कुछ यीशु के नाम में. आमेन. ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനങ്ങൾ എല്ലാ ദൈവമക്കൾക്കും അഭിഷിക്തന്മാർക്കും അറിയിക്കുന്നു. एक और बार हर एक परमेश्वर के जनों को, परमेश्वर के अभिषिक्तों को प्रेम मसीह वंदना कहते हैं. ഇന്ന് കർത്താവിന്റെ വചനം എന്താണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. और आज परमेश्वर का वचन हमसे क्या क्या बात करना चाहते हैं, उस संदेश की ओर हम आएंगे. യേശു ഇങ്ങനെ പറഞ്ഞു. यीशु ने इस प्रकार कहा, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. शैतान को बिजली के समान स्वर्ग से गिरता हुआ मैंने देखा. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. देखो मैंने तुम्हें सांपों बिच्छुओं को रौंदने का और शत्रु की सारे सामर्थ पर अधिकार मैंने दिया है. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. किसी वस्तु से तुम्हें कुछ हानि ना होगी. ഇത് പറഞ്ഞത് മനുഷ്യനല്ല കേട്ടോ. ये किसी मनुष्य ने नहीं कहा. ഇതൊരു പ്രവാചകനല്ല പറഞ്ഞത്. ये किसी भविष्यवक्ता ने नहीं बोला. യേശു നേരിട്ട് പറഞ്ഞത്. मगर यीशु के कुछ शब्द हैं जो हमने सुना है. ഡയറക്ട്ലി യേശു പറഞ്ഞൊരു പദമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. यीशु के मुंह से निकले हुए उन शब्दों पर आज हम मनन कर रहे हैं. അതിനർത്ഥം no one can change this word. इसका मतलब है अब इन वचनों को कोई भी बदल नहीं सकता है. Nothing can change this word. कुछ भी इन वचनों को नहीं बदल सकते हैं. അങ്ങനാണെങ്കിൽ പൈശാചിക മേഖലകളുടെ മേൽ, സാത്താന്യ മേഖലകളുടെ മേൽ ദൈവിക അധികാര സഭയ്ക്കില്ലേ? इसलिए हालेलुया अगर ऐसा है तो क्या कलीसियाओं पर, शैतान के ऊपर, उसके कामों के ऊपर क्या अधिकार नहीं है? 100% വിശ്വസിക്കുന്ന സകലരുടെ മേലും ദൈവിക അധികാരമുണ്ട്. 100% जो लोग विश्वास करते हैं उन सबों पर परमेश्वर का अधिकार दिया गया है. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പിശാച് എത്ര വലിയ തന്ത്രം ഒരുക്കിയാലും, എത്ര വലിയ പ്ലാൻ ഒരുക്കിയാലും, നിനക്ക് ആത്മാവിൽ കയറാൻ പറ്റിയാൽ നിന്റെ മേലെ സക്സസ് ആകത്തില്ല. हालेलुया मैं इस प्रकार कहना चाहता हूं, यदि आप आत्मा में हालेलुया बढ़ते जाएंगे, आत्मा का जीवन जिएंगे, तो कोई भी इस प्रकार शैतान के काम आप पर प्रबल नहीं हो सकते. ഞാൻ ഈ ദൂതിലേക്ക് വരാൻ പോവാ. मैं अपने संदेश की ओर आना चाहता हूं. വളരെ ഗൗരവമായിട്ട് ഈ വചനത്തെ ശ്രദ്ധിക്കണം. बड़े ध्यान पूर्वक आप इन वचनों को सुनिएगा. ഇന്ന് ഞാൻ ചിലർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കും. आज मैं कुछ लोगों के लिए आत्मा में प्रार्थना करूंगा. നിങ്ങൾ വിശ്വസിക്കുക, പിശാചിന്റെ പ്ലാനുകൾ ഇന്ന് പകൽ ചിലരുടെ മേൽ പൊളിയും.
हालेलुया। आप लोग विश्वास करें कि शैतान की योजना कुछ लोगों के ऊपर से टूटने जा रहा है। 1 രാജാക്കന്മാർ പുസ്തകം 21-ാം അധ്യായത്തിലാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടവും അതിനോട് എന്താ പറയുക ആഹാബിന്റെ ഇഷ്ടവും അതിനനന്തരമായി നടക്കുന്ന മരണവും 1 രാജാക്കന്മാർ പുസ്തകം 21-ാം അധ്യായത്തിലാണ്. पहले राजाओं का पुस्तक 21वें अध्याय में हम नाबोत के बारे में देखते हैं और उसकी दाग की बारी पर जो राजा का मन आता है उसके बारे में लिखा है और आगे को उसकी नाबोत की मृत्यु के बारे में भी वहां पर बताया गया है। എന്താണ് പരിശുദ്ധാത്മാവ് ഈ അധ്യായം അവിടെ ചേർക്കാൻ കാര്യം? और इस अध्याय को परमेश्वर की आत्मा ने वहां पर क्यों जोड़ा है? മനോഹരമായ ഒരു സ്റ്റോറി എഴുതുന്നത് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. देखो, बहुत ही सुंदर एक कहानी जिस प्रकार लिखा जाता है वैसे ही इन वचनों को लिखा गया है। ശമര്യ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിന് അടുത്തൊരു മുന്തിരിത്തോട്ടം. देखो, शामरी राजा आहाब हालेलुया के पास उसके राजमहल के बिल्कुल बाजू में जो दाग की बारी थी। നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താ പറഞ്ഞ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ എന്താ പറഞ്ഞ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിന്റെ അപ്പുറത്ത് നിനക്കൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കും. देखो, इस वचन का महत्व यदि आपको समझना है तो मुझे इस प्रकार आपको बताना होगा कि आप सोचे कि हालेलुया अमेरिका में जो प्रेसिडेंट है उनका व्हाइट हाउस के बिल्कुल बाजू में आपका एक घर है, मान लीजिए। ചരിത്രത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ഏരിയയിലാണ് ദൈവത്തിന്റെ അളവ് നൂല് നാബോത്തിന്റെ മേൽ വീണ് കിടക്കുന്നത്. देखो, कभी भी अपने जीवन में स्वप्न भी नहीं देख सकते ऐसे सुंदर एक जगह में नाबोत के लिए प्रभु ने एक जमीन दिया था, एक आशीष दी थी। പുസ്തകത്തിന്റെ ഭാഷയിൽ നിന്ന് ഞാൻ പറയാം, അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയിട്ട് ജനത്തിന്റെ രാജാക്കന്മാരുടെ പ്രമുഖന്മാരുടെ അരമനയ്ക്ക് അകത്തുകൊണ്ട് ഇരുത്തുന്ന ദൈവമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ। हालेलुया। जिस प्रकार परमेश्वर के वचन में लिखा गया है कि वो गरीबों को, दरिद्रों को उनके हालेलुया दुर्दशा में उसे उठाकर राजाओं के संग बैठाता है, उनके संग खिलाता है, इस प्रकार के वचन के आधार पर यहां पर पूरा होते हुए हम देख सकते हैं। എത്രത്തോളമാണ് നീ അടിച്ചമർത്തപ്പെട്ടത് അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ട് ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഇന്ന് പകൽ പ്രവചിച്ചാൽ ആമേൻ പറയാൻ എത്ര പേർ റെഡിയാ? जितने लोगों ने भी हालेलुया तुझे दुर्दशा में क्यों ना डाला हो, तुझे दबा के क्यों ना रखा हो, मगर आज दिन में मैं भविष्यवाणी में इस प्रकार बोलूं कि परमेश्वर उनके बीच में आपको ऊंचा करने जा रहा है, बढ़ोतरी प्रभु देने जा रहा है। ऐसे अगर भविष्यवाणी के शब्द बोला जाए तो कितने लोग विश्वास कर सकते हैं? നാബോത്തിനോട് ചോദിക്കാം, നാബോത്തെ ഈ രാജകൊട്ടാരത്തിന്റെ അരമനയ്ക്ക് അക്കിളിവാതിലൂടെ നോക്കിയാൽ നിന്റെ ഈ മുന്തിരിത്തോട്ടം ഇങ്ങനെ ഗ്ലോറിയസ് ആയിട്ട് അവനെ അട്രാക്ട് ചെയ്യത്തക്ക നീ ഇവിടെ വരാൻ കാര്യമെന്നാ? देखो, नाबोत से यदि पूछा जाए कि है नाबोत देकर राजा जो है अपने राजमहल में से उस खिड़की में से जब देखता है तो तेरा दाग की बारी उसको दिखता है और बहुत ही हालेलुया उसको मोहित करता है, बहुत ही सुंदर और आकर्षित उसको करता है। इसकी वजह क्या है? ഇതിന്റെ അർത്ഥം ഒരു സാധാരണ വാക്തത്വത്തിനകത്ത് ജനിച്ചവനല്ല നാബോത്ത്, അസാധാരണമായ എക്സ്ട്രാ ഓർഡിനറിയായ വാക്തത്വങ്ങളുടെ നിവർത്തിയുടെ ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കര ദൈവമനുഷ്യനാണ് നാബോത്ത് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യൻ। तो नाबोत के जीवन में हम देख सकते हैं वो एक साधारण सा व्यक्ति नहीं था, मगर परमेश्वर की हालेलुया महिमा में, परमेश्वर की योजनाओं में, परमेश्वर की आशीषों को पाने वाला हालेलुया एक व्यक्ति था ये नाबोत। ലക്ഷങ്ങളുടെ ഇടയിൽ, കോടികളുടെ ഇടയിൽ ആർക്കും നടക്കാത്തത്, ആർക്കും ഒരുക്കപ്പെടാത്തത്, ആർക്കും തുറക്കപ്പെടാത്തത്, ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്തത് തന്റെ നാബോത്തിന്റെ തലയ്ക്ക് മീതെ ഇറങ്ങി നിൽക്കുക। देखो, अनेकों लाखों करोड़ों लोग जहां रहते हैं उनके जीवन में भी किसी के में भी हालेलुया किसी को भी ऐसी आशीष जो नहीं मिल पाई, जो कोई लोग साधारण लोग स्वप्न भी नहीं देख सकते, इतनी बड़ी आशीष जो है नाबोत के जीवन में अब प्रकट हो चुका है। ഇതിനെതിരെയാണ് ഒരു ആഹാബിന്റെ മോഹം വരുന്നത്। मगर देखो हालेलुया इस परमेश्वर के भक्त के जीवन की इस आशीष के विरोध में एक आहाब नाम के राजा का जो है मोह प्रकट होता है। പുള്ളി വന്നിട്ട് ഒരു സംഭാഷണം നടത്തി और वो राजा आकर उन्होंने इस प्रकार कहा, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ മുന്തിരിത്തോട്ടം। और उस राजा ने आकर नाबोत से कहा, देख मुझे तेरी दाग की बारी जो है मुझे काफी अच्छा लगा है। എനിക്ക് ഇഷ്ടം കൂടി 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 വന്നിട്ട് എനിക്ക് ഇപ്പം തോന്നുക ഇത് എനിക്ക് അങ്ങ് മേടിക്കണം।
मुझे हालेलुया इतना अच्छा लगने लगा है कि मेरे हृदय की इच्छा बढ़ती जा रही है और अब मेरे मन में इच्छा है कि मैं इसको खरीद लूं। ഇതിനു വേണ്ടി എത്ര കോടി മുടക്കാനും ഞാൻ തയ്യാറാണ്. देखो, इस जमीन को खरीदने के लिए करोड़ों रुपए खर्च करने के लिए भी मैं तैयार हूं. ഇനി ഇതിന് പകരം നിനക്ക് മുന്തിരിത്തോട്ടമാണ് വേണ്ടത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ഞാൻ തരാം. और राजा ने बोला, या फिर तुझे इस दाग की बारी से हालेलुया दाग की बारी ही तुझे चाहिए तो मैं इससे भी उत्तम दाग की बारी मैं तुझे देने के लिए तैयार हूं. നാബോത്തിന് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. देखो, नाबोत को दोबारा सोचने की नौबत नहीं आई प्रियो. ഒരു രാജാവ് ഒരു വസ്തുവിന് വില പറഞ്ഞാൽ നമ്മൾ വില പറയുന്ന പോലാണോ? देखो, अगर राजा किसी वस्तु पर किसी जमीन पर अपना कीमत बोलता है तो क्या हम जैसे बोलते हैं वैसे वो बोलेगा? രാജാവ് ഒരു മുന്തിരിത്തോട്ടം തരാന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നത് പോലെയാണ് രാജാവ് തരുന്നത്. देखो, राजा ने अगर बोला कि मैं दूसरा दाग की बारी तुझे दूंगा तो क्या वो साधारण लोग जैसे देते हैं वैसा दाग की बारी तो नहीं होगा. നാബോത്ത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു. मगर नाबोत ने खुल्लम खुल्ला हालेलुया वहां पर बोल दिया, ഞാൻ ഇത് ജീവിതത്തിൽ വേറൊരാൾക്ക് കൈമാറില്ല. और नाबोत ने बड़े साफ साफ वहां पर राजा को बोला कि मैं अपने जीवन भर इस जमीन को किसी के हाथ नहीं जाने दूंगा. ആഹാബ് ഇത് കേട്ട് വീട്ടിൽ ചെന്നു. പുള്ളി കട്ടിലേക്ക് കടന്ന് കരയാനും മുഖം വാട്ടാനും പുള്ളി എന്താ പറയുക അസ്വസ്ഥനായി ഫുഡ് കഴിക്കാതിരിക്കുക. देखो हालेलुया, राजा इन बातों को सुनकर अपने घर में गया और घर जाकर काफी उदास हुआ, अपने बिस्तर पर पड़ा हुआ है, ना तो वो कुछ खा रहा है ना कुछ पी रहा है, बड़ी उदासी में वो अपने घर में बैठा हुआ है. ഇവിടെ ആദ്യത്തെ കർട്ടൻ വന്ന് വീഴുക. देखो, यहां पर पहला पर्दा जो है उसके आगे हालेलुया आ जाता है. ഇപ്പൊ ഈ കർട്ടന്റെ ബിഹൈൻഡിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് വരുന്നു. देखो, उस पर्दे के पीछे अब एक स्त्री जो है वहां पर आकर खड़ी हो जाती है. നമുക്കറിയാം ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ. हम जानते हैं इजबेल नाम का वो स्त्री. അവൾ വന്ന് ഭർത്താവിനോട് ചോദിക്കുന്നു, എന്തുവാ ഇന്നൊരു വിഷമം? और वो स्त्री आकर अपने पति से पूछ रही है कि आज आप इतने उदास क्यों हो? പറഞ്ഞില്ലല്ലോ ഫാസ്റ്റിംഗ് ആണെന്ന്, പിന്നെന്താ ഫുഡ് കഴിക്കാതെ? आपने तो बताया नहीं कि आप उपवास में हो, हालेलुया, फिर आप खाना क्यों नहीं खा रहे हो? ആഹാ പറഞ്ഞു, ഉപവാസമൊന്നും അല്ല, ഞാൻ എന്താ പറഞ്ഞേ മുന്തിരിത്തോട്ടത്തിന് വില പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിന് പകരം മുന്തിരിത്തോട്ടം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ നാബോത്ത് എന്ന് പറഞ്ഞ ആള് സമ്മതിക്കുന്നില്ല. देखो, मगर हालेलुया आहाब ने अपनी पत्नी से बोला कि आज मैं उपवास में तो नहीं हूं, मगर जो जमीन नाबोत का है उसको मैंने बोला कि मैं तुझे दूसरा जमीन दे दूंगा या तुझे पैसे दे दूंगा, मगर वो मानने को राजी नहीं है. നിങ്ങൾ തിരിച്ചറിയുക. आप इस बात को पहचान ले कि इजबेल ने जब इन बातों को सुना, ഇസബേൽ നെഞ്ചത്തടിച്ചെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. वहां पर इस प्रकार नहीं लिखा कि इजबेल अपना छाती पीट कर रोने लगी, ഇസബേൽ ഒരു ചിരി ചിരിച്ചു കാണും. मगर वहां पर इजबेल खड़े होकर मुस्कुराने लगी. ഇത്രേ ഒരു കാര്യമുള്ളൂ. उसने बोला कि क्या इतनी छोटी सी बात है, ഞാനത് നിനക്ക് വാങ്ങിച്ചു തരാം, मैं तुझे उसके हाथों से खरीद कर दूंगा, ഞാനത് തരും, मैं तुझे वो दूंगी, നീ ബിരിയാണിയും ചിക്കനും ഒക്കെ കഴിക്കേ, तू जाकर चिकन बिरयानी खा ले. ഇവൾ പുറകിൽ നിന്നൊരു എഴുത്തെഴുതി. देखो, इसने पीछे से एक चिट्ठी इस प्रकार लिखी, ആഹാബിന്റെ രാജാവിന്റെ കയ്യിലെ മോതിരത്തിന്റെ മുദ്ര അതിനുമേൽ പതിപ്പിച്ചു. देखो, आहाब राजा की अंगूठी जो है उस अंगूठी का मुहर भी उस चिट्ठी पर लगा दिया. അവൾ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ ബോർഡാ വെച്ചത്. उसने एक उपवास प्रार्थना का बोर्ड लगाया, ഒരു സ്പിരിച്വൽ ബോർഡ് വെച്ചേച്ച് एक आत्मिक बोर्ड लगाकर ആ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് നാബോത്തിനെയും പട്ടണത്തിലെ പ്രധാനികളെയും മൂപ്പന്മാരെയൊക്കെ അതിനകത്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഫാസ്റ്റിംഗ് പ്രയർ. देखो, उस शहर के जो मुख्य लोग थे हालेलुया नाबोत और इस प्रकार के मुख्य मुख्य लोगों को वहां पे सबको उस उपवास प्रार्थना में शामिल किया और उसने उस उपवास प्रार्थना को घोषित कर दिया. ഫാസ്റ്റിംഗ് പ്രയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നാബോത്ത് എന്ന് പറയുന്ന ആള് ക്ലോസ് ആയി.
देखो, उपवास प्रार्थना समाप्त होने से पहले ही नाबोत नाम के उस व्यक्ति को उन्होंने समाप्त कर दिया। എന്റെ ഒരു ചോദ്യം, നാബോത്തെ നീ ഇങ്ങനെ കൊല്ലപ്പെടേണ്ട ആളാണോ? मेरा सवाल यही है कि है नाबोत, क्या तुझे इस प्रकार मारा जाना था? നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ നാബോത്ത് ഈ പ്രായത്തിൽ മരിക്കുന്ന ആളാണോ? क्या आप लोग विश्वास करते हैं कि नाबोत को क्या इस उम्र में मरना था? ഞാൻ വിശ്വസിക്കുന്ന നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കേണ്ടതിന് വേണ്ടി മരിച്ചതല്ല, അവനെ കൊന്നതാണ്. കാരണം സമയത്തിന് മുമ്പേ അവന്റെ മേൽ പിശാചിന്റെ പ്ലാൻ നിറവേറിയതാണ്. देखो, मैं इस प्रकार कहूंगा कि नाबोत को वहां पर मरना नहीं था, उसका समय से पहले ही मगर शैतान की योजना जो थी उसके ऊपर प्रबल हो गई है। എന്താ റീസൺ? इसकी वजह क्या है प्रियो? നാബോത്തിന് തന്നോട് മുന്തിരിത്തോട്ടം ചോദിച്ച ആഹാബിന്റെ സംഭാഷണ അറിയത്തുള്ളൂ. देखो हालेलुया, नाबोत केवल उससे दाख की बारी मांगे हुए उस राजा के बारे में ही क्या वो जानता है? നാബോത്തിന് ഒരിക്കലും പിൻപിൽ അണിയറയിൽ പ്ലാൻ തയ്യാറാക്കിയ ഇശ്രവേലിനെയോ അവളുടെ പ്ലാനിനെയോ അവൾ തയ്യാറാക്കിയ പദ്ധതികളെയോ അവൻ ആത്മാവിൽ കാണാൻ പറ്റിയില്ല. देखो, नाबोत केवल आहाब के शब्दों को सुनता था, मगर हालेलुया पीछे में चुपके से हालेलुया योजना को उसके विरोध में तैयार की हुई इजबेल और उसकी शक्तियों को हालेलुया नाबोत नहीं समझ पाया। ഇന്ന് പകൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? आज सुबह मैं आप लोगों से क्या कहना चाहता हूं? പുസ്തകം പറയുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. वचन कहता है कि हालेलुया वचन कहता है कि आपके जीवन में कोई हानि या विपत्ति नहीं होगी। वो किसके जीवन की बात हो रही है प्रियो? ഞാൻ നാബോത്തിനെ നിർത്താം. അവൻ നിഷ്കളങ്കനല്ലേ? നിഷ്കളങ്കനാണ്. देखो हालेलुया वचन में मैं कहना चाहता हूं, नाबोत को देखा जाए, क्या वो निष्कलंक नहीं है? वो निष्कलंक है। അവൻ നീതിമാനല്ലേ? क्या നീതിമാനാണ്. वो धर्मी नहीं है? बिल्कुल सही बात है, वो धर्मी है प्रियो। അവൻ പ്രാർത്ഥിക്കുന്നവനല്ലേ? ആണ്. क्या वो प्रार्थना करने वाला व्यक्ति नहीं है? हाँ, वो प्रार्थना करने वाला व्यक्ति है। ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ മരിച്ചതല്ലേ? ഉപവസിക്കുന്നവനല്ലേ? देखो, उपवास प्रार्थना उपवास करने वाला व्यक्ति नहीं है। हाँ, वो उपवास के दौरान मारा गया है। പിതാക്കന്മാരുടെ അവകാശത്തെ കുറിച്ച് എരിവും അതിനെക്കുറിച്ച് പ്രലോഭനത്തിൽ വീഴാത്ത ആളല്ലേ? देखो, अपने पूर्वजों के जो जमीन जायदाद या आशीष उसको जो मिली थी, उसके हालेलुया उसमें वो गिरा हुआ या फिर उसमें डूबा हुआ व्यक्ति नहीं था। നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പാപത്തിനു മുമ്പിൽ പ്രലോഭനത്തിനു മുമ്പിൽ മുട്ടുകുത്താത്തവൻ കൈശാചിന്റെ പ്ലാനിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് വീണത്? देखो हालेलुया, मैं इस प्रकार कहना चाहता हूं, हालेलुया पाप के आगे या फिर हालेलुया इस दुनिया के अभिलाषाओं के आगे जिसने अपने घुटने नहीं थे मगर शैतान की योजना के सामने वो कैसे फिर मारा गया? നിങ്ങൾ തിരിച്ചറിയുക എവിടെയാണ് വീഴ്ച പറ്റിയത്. आप इस बात को समझ ले प्रियो कि कहां पर हमारे जीवन में गिरावट आई है। നീതിമാനായ നിഷ്കളങ്കനായ പ്രാർത്ഥിക്കുന്നവനായ ഉപവസിക്കുന്നവനായ വാക്തത്വങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് തിരിച്ചറിവുള്ള പ്രലോഭനത്തിന് മുമ്പിൽ വീഴാത്തവനെ എങ്ങനെയാണ് പിശാച് തകർക്കാൻ പറ്റിയത്? देखो, एक निष्कलंक धर्मी हालेलुया उपवास करने वाला प्रार्थना करने वाले इस व्यक्ति को शैतान अपनी योजना में फंसा कर कैसे नाश कर पाया है? ഇവന് ആഹാബിനെയും ആഹാബ് സംഭാഷിച്ച പുറകിൽ പ്ലാൻ തയ്യാറാക്കി ഇസബെലിനെയോ അവളുടെ ചലനങ്ങളെയോ ആത്മാവിൽ കാണാൻ പറ്റിയിട്ടില്ല. देखो हालेलुया नाबोत जो है केवल आहाब के शब्दों को सुन पा रहा था, मगर इजबेल जो पीछे से चुपके से इसके विरुद्ध में योजनाएं बना रही थी उसको आज तक वो नहीं देख पाया, समझ पाया। അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ എന്താ അറിയേണ്ടത്? और आज सुबह आप लोगों को क्या बात जानना है, समझना है? പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ നിഷ്കളങ്കമായി സേവിക്കുന്ന ദൈവവേദനെ നിന്റെ ആത്മാവിന്റെ കണ്ണ് പൈശാചിക മേഖലകൾ ചലിക്കുന്നതിനെ കാണാത്തക്ക രീതിയിൽ തുറന്നിരിക്കണം. हालेलुया प्रार्थना करने वाले प्रियो, उपवास करने वाले प्रियो, परमेश्वर की योजना के अनुसार चलने वाले प्रियो, हालेलुया आपकी आत्मिक आंखें जो है हमेशा शैतान के बनाए हुए योजनाओं की ओर लगी रहे, उसको समझ पाए, उसको वो हमेशा देख पाए।
ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥന മുറി ഇസബേൽ തയ്യാറാക്കിയ എഴുത്തിനെ കുറിച്ച് ഈ നാബോത്തിനൊരു വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ, ഇസബേൽ പറഞ്ഞ ദൂത് എന്താണ്, പട്ടണത്തിലെ പ്രമുഖന്മാരോട്, പട്ടണത്തിലെ അധിപന്മാരോട് പറഞ്ഞ ദൂതിനെ കുറിച്ച് ഇവനൊരു പിക്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇസബേലിന്റെ പ്ലാനിനെ നാബോത്തിന് അഡ്വാൻസ് ആയിട്ട് പൊളിക്കാൻ പറ്റത്തില്ലായിരുന്നോ? हालेलुया। अगर इजबेल की बनाई हुई योजनाओं के बारे में नाबोत को पहले से ही अगर पता होता, अगर आत्मा में वो उस बात को समझ लिया होता, तो क्या वो उसको नाश नहीं कर सकता था? ഇന്ന് പകൽ സഭ ഏറ്റവും കൂടുതൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. इन दिनों में कलीसिया इस प्रकार पौलुस के समान प्रार्थना करे। हालेलुया। पौलुस ने जो प्रार्थना करी कि परमेश्वर हमारे हृदय की दृष्टि को प्रकाशित कर दे। ഇന്ന് പകൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണം. है परमेश्वर हमारे हृदय की आंखों को आज के दिन खोल दे। പിശാച് വലുതാന്ന് പറയാനല്ല, शैतान बड़ा है या महान है बोलने के लिए नहीं, അവൻ നിനക്ക് വിരോധമായി തയ്യാറാക്കുന്ന പദ്ധതികളെ തയ്യാറാക്കുന്നതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് കേറിയടിക്കാൻ കഴിയുന്ന അഭിഷിക്തന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരണം. मगर शैतान हालेलुया अपनी योजना आपके विरुद्ध में बनाने से पहले ही शैतान के चाल को समझकर शैतान पर आक्रमण करने वाले या फिर उसके चालों को खत्म करने वाले परमेश्वर के अभिषिक्त दास लोग इस युग में तैयार होने पाए। അപ്പം നാബോത്ത് കൊല്ലപ്പെടാൻ കാര്യം കൊല്ലപ്പെടേണ്ടതിന് വേണ്ടി കൊല്ലപ്പെട്ടതാണോ? देखो, नाबोत जो मारा गया है, क्या वो मरने के लिए मारा गया है? അവന് തിരിച്ചറിയാൻ പറ്റിയില്ല ഇസ്രായേലിന്റെ എന്താ കർത്തന് പിന്നിലുള്ള പ്ലാനുകളെ അറിയാൻ പറ്റിയില്ല. मगर नाबोत जो है उस पर्दे के पीछे हालेलुया शैतान ने जो योजना उसके लिए बना रखी थी, उन योजनाओं को हालेलुया नाबोत नहीं समझ पाया। ഒരിക്കലെങ്കിലും പ്രാർത്ഥന മുറിയിൽ നാബോത്തിന് ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, अगर नाबोत अपने प्रार्थना के कमरे में शैतान की योजनाओं को अगर उसने देख पाया होता, നാബോത്ത് ആ രാജ്യത്ത് വാഴുന്നവനായി മാറിയേനെ. तो नाबोत आगे को जाकर उस पूरे देश में अपना हुकूमत चलाने वाला एक व्यक्ति बन जाता। ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുക, വെളിപ്പാടിന്റെ കണ്ണ് ഏറ്റവും അസാധാരണമായി ഈ എന്താ പറയുക അന്ത്യകാല സഭയ്ക്കകത്ത് തെളിഞ്ഞു വരണം. यस हालेलुया। आज के दिन आप इस बात को समझ ले कि इन अंतिम दिनों की कलीसिया में आत्मिक आंखें जो है खुलने पाए। ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. कभी भी कोई भी हानि आपके जीवन में नहीं आ सकती। പഴയ നിയമത്തിൽ ഒരു ഉദാഹരണോട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. पुराने नियम से एक और उदाहरण मैं आपको बताऊंगा। ഒരു ഭയങ്കര വഴിപാടും യാഗവും ഒരു വീട്ടിലെ രണ്ട് സഹോദരന്മാർ അർപ്പിച്ചു. देखो, एक घर के दो भाई लोगों ने बहुत ही बड़ा भेंट प्रभु के लिए चढ़ाया। അവിടെ നമ്മൾ കാണുന്നത് ഹാബേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മേൽ ദൈവപ്രസാദം ഇറങ്ങി വന്നു. वहां पर हम इस प्रकार देखते हैं, हाबिल नाम के उस व्यक्ति के ऊपर परमेश्वर की प्रसन्नता प्रकट होती है। ആ യാഗം അർപ്പിച്ച ഹാബേൽ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ചേട്ടൻ ഒരു വിളി, വാ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. देखो हालेलुया, उस हाबिल जब अपने बलिदान में परमेश्वर की प्रसन्नता को पा चुका था, बड़े खुशी के साथ आनंद के साथ जब खड़ा है, तब उसके बड़े भाई ने आकर बोला कि चलो हम बाहर घूमने चलते हैं। എന്റെ ഒരു ചോദ്യം, ഹാബേലെ നീ വയലിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആളാണോ നീ? हालेलुया। मेरा सवाल हाबिल से यही है कि है हाबिल, तुझे क्या वो खेतों में उस तेरे बड़े भाई के हाथों तुझे क्या मारा जाना था? ആരാധിച്ച നിനക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയില്ലേ? आराधना करने वाले तेरे जीवन में क्या एक आशीषित भविष्य प्रभु ने नहीं रखा है? നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഉണ്ടാവേണ്ട ആളല്ലേ? देखो, तेरे जीवन में भी एक आशीषित पारिवारिक जीवन तुझे मिलना था। നിന്റെ അപ്പൻ 930 വർഷം ജീവിച്ചിരുന്ന ആളല്ലേ? तेरे पिता हालेलुया 930 साल तक वो तो जीवित रहे हैं। നിന്റെ അപ്പന്റെ കുടുംബത്തിൽ പറഞ്ഞ മെതുശലേല് 969 വർഷം ജീവിച്ചിരുന്ന ആളല്ലേ? हालेलुया। तेरे पिता के घर में मेतुशेलह जो था वो भी तो हालेलुया 969 साल तक जीवित रहे हैं। ഹാബേലെ ഈ ചെറിയ പ്രായത്തിൽ വയലിൽ കൊല്ലപ്പെടേണ്ട വിധിയാണോ നിനക്കുള്ളത്? मगर है हाबिल, तू जो एक नौजवान लड़का है हालेलुया, क्या तुझे उन खेतों पर मार दिया जाना था? क्या तेरे जीवन की पर हालेलुया योजना केवल इतनी है? ഞാൻ പറയും, ഒരിക്കലും ഇങ്ങനെ ഒരു മരണമല്ല ഹാബേലിന്റെ മുമ്പിൽ
ഉണ്ടാകേണ്ടത്. मैं इस प्रकार कहूंगा कि हाबेल का जीवन का अंत इस प्रकार का नहीं होना चाहिए था. അവന് വന്ന ചേട്ടന്റെ ഫോൺ കോളിന്റെ പിമ്പിൽ കിടക്കുന്ന പകയുടെ ആത്മാവിനെ ആത്മകണ്ണിൽ ഹാബേൽ തിരിച്ചറിയാതെ പോയതാണ് വയലിൽ ഹാബേൽ കൊല്ലപ്പെടാൻ കാര്യം. देखो हालेलुया, उसके बड़े भाई से हालेलुया जो बुलावा उसको मिला था, उस बात के उसके बड़े भाई के शब्द मुंह से निकले हुए शब्दों को आत्मा में हाबिल नहीं समझ पाया. इस वजह से उसको उन खेतों में हालेलुया मारा जाना पड़ा. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പിശാച് വലുതാണെന്നല്ല ഞാൻ ഇന്ന് പകൽ പറയുന്നത്. हालेलुया, आज आपको समझ आ रही है, मैं ये नहीं बता रहा कि शैतान बहुत बड़ा है. ഒരിക്കലും ദൈവവഴിയിലെ നിന്റെ മുമ്പിൽ പിശാച് വലുതല്ല. परमेश्वर के प्रियो, परमेश्वर के बच्चों, आपके आगे शैतान कभी भी बड़ा नहीं है. കാരണം ബൈബിൾ പറഞ്ഞു സാത്താൻ നമ്മെ മുതലെടുക്കരുത്. क्योंकि हालेलुया वचन कहता है कि शैतान हालेलुया हम पर हावी ना होने पाए. ബൈബിളിൽ സാത്താൻ നമ്മെ തോൽപ്പിച്ച് കളയരുതെന്ന് മലയാളത്തിൽ കിടക്കുന്നെങ്കിൽ ദാറ്റ്സ് റോങ് തിങ്. അഡ്വാൻറ്റേജ് എടുക്കരുതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हालेलुया वचन में इस प्रकार लिखा गया है कि शैतान हम पर हालेलुया जीत हासिल ना करे या फिर हमें हरा ना दे, वो गलत है. मैं कहना चाहता हूं वो हम पर हालेलुया अपने अवकाश को या फिर हमारे एडवांटेज हमारे जीवन में ना लेने पाए. അടുത്ത പദം കിടക്കുന്നു, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. अगले पद में इस प्रकार लिखा है कि हम शैतान के चालों से अनजान नहीं है. അതിന്റെ അർത്ഥം എന്താണ്? इसका हालेलुया मतलब क्या है प्रियो? ഞാന് കർത്താവിന്റെ ദാസൻ ഷോജെ ചെന്ന് ഡയറക്റ്റ് അടിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ തന്ത്രം ഉപയോഗിക്കേണ്ടതാ? देखो मैं हालेलुया भाई शोजो को जाकर एकदम से हालेलुया उसके सामने तप्पड़ मार सकता हूं. यदि इस बात को मैं जानता हूं तो फिर इसमें चालाकी की क्या जरूरत है? തന്ത്രം വരേണ്ടത് എനിക്ക് നേരെ അടിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന ബോധ്യത വന്നാലാണ് തന്ത്രത്തിന് ആവശ്യം. देखो जब मुझे लगेगा कि मैं सीधा सीधा जाकर उस पर आक्रमण नहीं कर सकता या उसको मार नहीं सकता, ऐसे समय में चालाकी का इस्तेमाल किया जाता है, जाल बिछाया जाता है. അതിനർത്ഥം പിശാചിനേക്കാൾ വലുതാ വീണ്ടും ജനിച്ച ദൈവവേദൽ. इसका मतलब यही है प्रियो कि शैतान से भी बड़ा है हालेलुया दोबारा जन्म लिए हुए परमेश्वर के लोग. പുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നമ്മുടെ കാൽ കീഴിലാണ് പൈശാചിക മേഖലകൾ. परमेश्वर के वचन के आधार पर कहा जाए तो इस प्रकार बोल सकते हैं कि सांपों को, बिच्छुओं को, शैतान के हालेलुया सारे बल को, सामर्थ को कुचलने का अधिकार प्रभु ने दिया है. हमारे पैरों तले हैं वो शक्तियां. ഒരിക്കലും വീണ്ടും ജനിച്ചവന് മുകളിലല്ല ആധിപത്യം. दोबारा जन्म पाए हुए लोगों के ऊपर नहीं है जो हालेलुया हुकूमत रहता है. നമ്മുടെ കാൽ കീഴിലാണ്. हमारे पैरों तले हैं जो अधिकार प्रभु ने दिया है. പക്ഷേ വെളിപ്പാടിന്റെ മേഖല നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടില്ലെങ്കിൽ, मगर प्रकाशन का या उस दर्शन का हालेलुया वो मंडली यदि हमारे जीवन में यदि प्रकट नहीं होता, ഒരുപക്ഷെ സംഭവിക്കാം തകർച്ചകൾ. तो हो सकता है कि हमारे जीवन में भी फिर नाश विनाश आए. അതിന്റെ രണ്ട് ഉദാഹരണമാണ് നാബോത്തും കൊല്ലപ്പെട്ട ഹാബേലും. और उसके दो उदाहरण हैं, एक नाबोत और दूसरा हालेलुया हाबेल. ഹാബേൽ കൈന്റെ ഫോൺ കോൾ വരുമ്പോൾ, കൈന്റെ ക്ഷണം വരുമ്പോൾ അതിന്റെ പിമ്പിൽ കൊല്ലാൻ പ്രതികാരദാഹത്തോട് നിൽക്കുന്ന ആ പൈശാചിക മേഖല, ഇവന്റെ ഈ കൈന്റെ പിമ്പിൽ നിൽക്കുന്ന മരണത്തിന്റെ പിശാചിനെ ആത്മാവിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിന് ഒരിക്കലും ആ റൂട്ടിൽ അവൻ പോകില്ല. देखो अगर हाबेल हालेलुया काइन का जब फोन कॉल आता है या फिर उसका आमंत्रण हालेलुया जब हाबेल को मिलता है, उस समय उसके हालेलुया हाबेल के काइन के मन में जो योजना उसने हाबेल के विरोध में बनाकर रखा था उसके बारे में अगर समझा होता तो वो कभी नहीं जाता. ഇന്ന് പകൽ ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? आज मैं आप लोगों को से क्या कहना चाहता हूं? ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ ആ വചനം അതേപോലെ ഇന്നും ആപ്ലിക്കബിൾ ആണ്.
हालेलुया। अगर यीशु ने कहा है कि कभी भी किसी चीज से कोई हानि तुम्हारे जीवन में नहीं होगी, तो वो वचन वैसे का वैसा ही हमारे जीवन में लागू होता है। ബട്ട് ആർക്കാണ് ആ വേടിന്റെ പ്രയോജനം? मगर कौन लोग हैं जिनको इस वचन का उपयोग है? നാബോത്തുമാർക്ക് ഈ വചനം പ്രസക്തമല്ല. देखो, नाबोत जैसे लोगों के जीवन में यह वचन पूरा नहीं हो सकता प्रियो। ഹാബേലുമാർക്ക് ഈ വചനം പ്രസക്തമല്ല. परमेश्वर के प्रियो, हाबेल जैसे लोगों के लिए यह वचन लागू नहीं हो सकता। കാരണം ഇസബേലിന്റെ തന്ത്രവും കൈന്റെ ഗൂഢാലോചനയും തിരിച്ചറിയാൻ കഴിയാത്തവന്റെ മേൽ ഇത് അതുപോലെ ഹാനിയായി ഭവിക്കും. देखो, हालेलुया, इजबेल के तंत्र, हालेलुया, और काइन का जो चाल है, चालाकी है, इन बातों को जो लोग नहीं समझते उनके ऊपर हानि आएगी ही आएगी। എന്നാൽ ആരുടെ മേൽ ഇത് നടക്കില്ല? मगर कौन लोग हैं जिनके ऊपर ये हालेलुया हालेलुया ये जो योजनाएं हैं पूरी नहीं हो सकती प्रियो? നിങ്ങൾ തിരിച്ചറിയുക, നാബോത്തിനെതിരെ മരണത്തിന്റെ തന്ത്രം. और आप इस बात को समझ ले कि नाबोत के विरोध में मृत्यु का चाल चला गया। സെയിം മരണത്തിന്റെ തന്ത്രമാണ് ഏലിയാവിനെതിരെ. और एलिया के विरोध भी ऐसे ही एक चाल चला गया था। നാബോത്തും ദൈവപൈതൽ, ഏലിയാവും ദൈവപൈതൽ. नाबोत भी परमेश्वर का संतान है, एलिया भी परमेश्वर का संतान है। നാബോത്തും പ്രാർത്ഥിക്കുന്നു, ഏലിയാവും പ്രാർത്ഥിക്കുന്നു. नाबोत भी प्रार्थना करता है, एलिया भी प्रार्थना करता है। നാബോത്ത് എരിവുള്ള മനുഷ്യനാണ്, ഏലിയാവ് എരിവുള്ള മനുഷ്യനാണ്. हालेलुया, नाबोत जो है उसके अंदर परमेश्वर के लिए एक हालेलुया आग है, और वैसे ही एलिया के अंदर भी वो एक आग परमेश्वर के लिए है। എന്നാൽ ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരാളുടെ മേൽ മരണം നടന്നു, വേറൊരാൾ ഇന്നും ജീവനോടിരിക്കുന്നു. കാരണം എന്നാ? मगर एक व्यक्ति के ऊपर हालेलुया मृत्यु आ जाती है, दूसरा व्यक्ति आज भी जीवित है। उसके पीछे वजह क्या है प्रियो? ഏലിയാവ് ആഹാബിന്റെ പിമ്പിൽ നിൽക്കുന്ന ഇസബേലിന്റെ ചലനങ്ങളെ ആത്മാവിൽ അറിയുന്നവനായിരുന്നു ഏലിയാവ്. हालेलुया, एलिया जो है आहाब के पीछे खड़ी हुई उस इजबेल के हर एक चाल चलन को जानने वाला व्यक्ति था एलिया। പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല ഏലിയാവ്, एलिया केवल प्रार्थना करने वाला व्यक्ति नहीं है, വചനം വായിക്കുന്നവൻ മാത്രമല്ല ഏലിയാവ്, केवल वचनों को पढ़ने वाला व्यक्ति नहीं है एलिया, ആരാധിക്കുന്നവൻ മാത്രമല്ല ഏലിയാവ്, केवल एलिया आराधना करने वाला व्यक्ति नहीं था। പ്രാർത്ഥനാ മുറിയിൽ ഇസബേലിന്റെ ചലനങ്ങളെ ആത്മാവിൽ കാണാൻ ജ്ഞാനമുള്ളവൻ, വെളിപ്പാടുള്ളവൻ, പ്രവാചക അഭിഷേകമുള്ളവനാണ് ഏലിയാവ്. मगर एलिया के बारे में हम जानते हैं, वो अपने प्रार्थना के कमरे में हालेलुया इजबेल के द्वारा बनी हुई हर एक षड्यंत्रों को, हर एक चालों को समझने के लिए, पहचानने के लिए भविष्यवाणी के एक आत्मा को, एक दर्शन को पाया हुआ व्यक्ति था एलिया। നാബോത്തിനോട് നോക്കിയിട്ട് ഇസബേൽ വെല്ലുവിളിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, ഡയറക്റ്റ്. हालेलुया, नाबोत को हालेलुया देखकर इजबेल ने उसके विरोध में चुनौतियां नहीं दी। കൊല്ലപ്പെടുമ്പോ കൊല്ലപ്പെടുമ്പോ നാബോത്തിനോട് ചോദിക്കും, എന്താണ് നീ ചാകാൻ കാര്യം? എനിക്കറിയത്തില്ല, എന്തിനാ എന്നെ കൊല്ലുന്നെന്ന് പോലും അറിയത്തില്ല. नाबोत से पूछा जाए कि है नाबोत तुझे लोग क्यों मार रहे हैं, तो नाबोत तो बोलेगा कि मुझे मालूम भी नहीं कि ये लोग मेरे विरुद्ध क्यों षड्यंत्र रच रहे हैं, मुझे क्यों मार रहे हैं। ചില ദൈവമക്കളോട് ഈ പ്രശ്നത്തിന് പിമ്പിലെ കാരണം അറിയത്തില്ല മാത്രമേ, പിന്നെയും പ്രശ്നം വരിക എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് പകൽ കർത്തനുകൾ പൊളിയട്ടെ, നിനക്ക് പിമ്പിൽ നിൽക്കുന്ന പൈശാചിക ചലനങ്ങളെ കാണാൻ നിന്റെ ആത്മാവിന്റെ കണ്ണ് യേശുവിന്റെ നാമത്തിൽ പ്രകാശിക്കപ്പെടട്ടെ. यस हालेलुया, कुछ लोगों से पूछा जाए कि आपके जीवन में बार बार ये समस्याएं, परेशानियां क्यों आती हैं, वे लोग बोलते हैं कि पास्टर जी हमें नहीं मालूम कि ये समस्या हमारे जीवन में क्यों आ रही है, मगर लगातार एक के बाद एक एक करके आ रही है। मगर हालेलुया, आज मैं कहना चाहता हूं, शैतान की योजनाओं को, चालों को, षड्यंत्रों को आत्मा में देखने के लिए आपकी आत्मिक दृष्टि जो है आज खुलने पाए। നാബോത്തിനോട് ചോദിച്ചാൽ എന്താണ് അവര് നിനക്ക് വിരോധമായിട്ട് സംസാരിക്കുന്നത്? നാബോത്ത് പറഞ്ഞു, ഞാനൊരു ദോഷവും ചെയ്തില്ല, പിന്നെ എന്തിനാണ് പ്രാർത്ഥന യുഗത്തിൽ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? देखो, नाबोत से पूछा जाए कि वे लोग हालेलुया तेरे विरोध में क्यों बोलते हैं, तो नाबोत बोलेगा कि मुझे नहीं मालूम, मैंने ना तो उनकी निंदा की, ना तो मैंने उनके विरोध में कुछ बोला, मगर वे लोग मेरे विरोध में कुछ काम कर रहे हैं।
എന്തിനാ എന്നെ തള്ളി പുറത്താക്കുന്നെന്ന് അറിയത്തില്ല, എന്തിനാ എന്നെ എറിയുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നാബോത്തെ, നീ കാണാത്തൊരു ഏരിയയിൽ വിരാജിക്കുന്ന ഇസബേലുമാരെ ഇന്ന് മുതൽ നിനക്ക് കാണാൻ കഴിയാതെ പോയതാണ് നിന്റെ തകർച്ചയും നിന്റെ നാശത്തിന് കാരണം. देखो हालेलुया, मगर नाबोत बोलता है कि मुझे वे लोग क्यों बाहर धकेलते हैं, मुझे बाहर क्यों धक्का देते हैं, मुझे नहीं मालूम, मगर मैं कहना चाहता हूं, है नाबोत, तेरे विरोध में चुपके से योजनाएं जो बनाई गई, षड्यंत्र जो बनाए गए, उसको तूने आत्मा में नहीं जाना, नहीं पहचाना, यही तेरे जीवन के नाश विनाश का कारण है. ഇസ്രായേൽ രണ്ട് പ്രധാന കാര്യങ്ങളുടെ അടയാളമാണ്. ഒന്ന്, നിന്റെ പിമ്പിൽ നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഒരു മന്ത്രവാദത്തിന്റെ പ്രതിച്ഛായയാണ് ഇസബേൽ. और इजबेल दो बातों को दर्शाती है. एक तो हालेलुया वो जादू टोने की शक्ति जो तेरे पीछे चुपके से तेरे विरोध में वो काम कर रही है. രണ്ട്, ഇസബേലിന് ഒരു കാര്യമുണ്ട്. അവൾ ഇന്നു വരെ ആർക്കെതിരെ മന്ത്രവാദം ചെയ്താലും അത് അങ്ങോട്ട് അടിച്ച ചരിത്രമേ ഉള്ളൂ. ഇസബേലിന് തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല. देखो हालेलुया, दूसरी बात है कि इजबेल ने जिनके विरुद्ध भी जादू टोना आज तक किया है वो उनके ऊपर प्रबल हुआ है. आज तक उसका बदला इजबेल को नहीं मिला है. ആ കോൺഫിഡൻസിനകത്തു നിന്നാണ് ആഹാബിനോട് പറയുന്നത്, എന്തിനാണ് നീ കിടന്ന് കരയുന്നത്, ആ മുന്തിരിത്തോട്ടമാണ് ഞാൻ തരാടാ. हालेलुया, इसलिए उस कॉन्फिडेंस में, उस भरोसे के साथ इजबेल आहाब से कहती है कि तू क्यों चिंता करता है, तू चिंता मत कर, वो दाग की बारी जो है मैं तुझे दिलाऊंगी. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് വിരോധമായി ഇരുട്ടിന്റെ മറവിലിരുന്ന് മന്ത്രോച്ചാരണങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികളെയും ആ മന്ത്രവാദികളുടെ പിമ്പിൽ നിൽക്കുന്ന ആളുകളെ ടാർജറ്റ് ചെയ്യുന്ന ഒരു ആത്മബലം ചില അഭിഷിക്തന്മാരിൽ ദൈവമക്കളിൽ ആത്മാവിൽ തുറന്നു വരട്ടെ. यस हालेलुया, आज परमेश्वर के लोगों के विरोध में जादू टोना करने वाली, जादू टोने की शक्तियां, हालेलुया वो पूजा पाठ करने वाली शक्तियां, उनके विरोध में हालेलुया परमेश्वर के लोग आत्मा में प्रबल होने लायक एक विशेष अभिषेक जो है, दर्शन जो है परमेश्वर के लोगों के ऊपर उतराने पाए. ഇന്ന് പകൽ തലക്കൈ വെച്ചിട്ട് പറയാം, എനിക്ക് നാബോത്താകണ്ട, എനിക്ക് ഇസ്രായേലിന്റെ ആദ്യം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ മൗത്ത് പീസായിട്ട് വായായി ഇന്ന് പകൽ മാറണം. यस हालेलुया, आज अपने सर पर हाथ रख के इस प्रकार बोले कि मुझे नाबोत नहीं बनना है, मगर इजबेल जैसे उस दुष्टात्मा की शक्तियों को खत्म करने वाले, हालेलुया उसके विरुद्ध में बोलने वाले एक मुंह के समान, एक वक्ता के समान परमेश्वर का वचन के रूप में मैं खड़ा होना चाहता हूं. ഈ 21 ഫെബ്രുവരി മാസം ഈ 7-ാം തീയതി പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. ഈ 21 നിനക്ക് വിരോധമായി ഒരു ആയുധം ഫലിക്കാത്ത നിലവാരത്തിൽ അവന്റെ ആയുധപ്പുറയിലെ ആയുധങ്ങളെ മുഴുവനും ഒടിച്ചു കളയുന്ന ഒരു ആത്മകലം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. यस, इस 2021 के फरवरी का महीना 7वां तारीख, आज परमेश्वर की आत्मा कुछ लोगों से इस प्रकार कह रही है कि इस 2021 में शैतान के कोई भी हथियार आपके विरोध में प्रबल नहीं हो सकते. शैतान के हालेलुया हर एक हथियारों को उसके हालेलुया भंडार में ही समाप्त करने वाली एक विशेष अभिषेक परमेश्वर आपके ऊपर उंडेल रहा है. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില വീടുകളിൽ പിതാക്കന്മാർ, മാതാക്കൾ, ചില കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം അറിയുന്നില്ല, നിന്റെ കയ്യിലെ പൈസ പോകുക നീ അറിയുന്നില്ല, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്ന് പകൽ ചില പ്ലാനുകളെ പൊളിക്കുന്ന ഒരു ആത്മബലം ചിലരുടെ മേൽ ഓപ്പൺ ആകട്ടെ. यस, आज इस वचनों को जब बोला जा रहा है, कुछ लोग हालांकि कुछ माता पिताओं के, कुछ बच्चों के जीवन में एक के बाद एक बीमारियां जो आ रही हैं, उनको भी नहीं मालूम कितनी बीमारियां कहां से, जितने पैसे थे सब व्यर्थ हो रहे हैं, खर्च हो रहे हैं, मगर आज परमेश्वर के अभिषेक हालेलुया आपके ऊपर उतर रहा है. ആ വീട് വെക്കേണ്ട സമയം കഴിഞ്ഞു, സ്റ്റക്കായി കിടക്കുകയാ. ആ യാത്ര നടക്കേണ്ട സമയം കഴിഞ്ഞു, സ്റ്റക്കായി കിടക്കുകയാ. ആ ജോലി ലഭിക്കേണ്ട സമയം കഴിഞ്ഞു, എവിടെ സ്റ്റക്കായി പോകുന്നു. ഇന്ന് മുതൽ പൊളിക്ക് ചിലവരെ, പൊളിക്ക് ചിലത് ലാഭത്തുമാരെ നിങ്ങൾ എഴുന്നേറ്റുക. ആത്മാവിൽ ഏലിയാവിന്റെ കണ്ണുമായിട്ട്, ക്രിസ്തുവിന്റെ കണ്ണുമായിട്ട് എഴുന്നേറ്റുക ഇന്ന് മുതൽ. हालेलुया, आज जो आशीषें आपको मिलनी थी अभी तक नहीं मिल पाया है. घर का काम पूरा होना था मगर अभी तक पूरा नहीं होगा. नौकरी मिलनी थी मगर अभी तक नहीं मिली. हालेलुया, आपके जीवन की हर एक आशीषें, समय बीत गया मगर अभी तक नहीं मिला है. नाबोत जैसे लोगों उस एलिया के समान दर्शन पाकर इन दिनों में आत्मा में उठ खड़े होने के लिए तैयार हो जाओ. നിന്നെ ആ വീട്ടിൽ പാർപ്പിക്കത്തില്ല, നിന്നെ ആ മുന്തിരി കുടിപ്പിക്കത്തില്ല, നീ സന്തോഷിക്കത്തില്ല എന്ന് പറയുന്ന നീ കുടുംബത്തിനകത്ത്
സന്തോഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പിശാചിട്ട ചില പ്ലാനുകളെ പൊളിക്കുന്ന പകൽ ആത്മാവിൽ പൊളിക്കുക. എനിക്കറിയാം ഒരു അഭിഷേകം ഭയങ്കരമായിട്ട് ചേർന്നിൽ ഇറങ്ങുകയാ. എനിക്കറിയാം ചില രോഗത്തിന് പിമ്പിൽ നിൽക്കുന്ന രോഗമല്ല, അതിന് പിമ്പിൽ ദുരാത്മാവ പൊളിക്കട്ടെ ചിലത് ഇന്ന് പകൽ. यस हालेलुया। शैतान जो आपके विरोध में हालेलुया इस प्रकार बोलता है कि मैं तेरे जीवन में उन आशीषों को हालेलुया अनुभव करने नहीं दूंगा, इस प्रकार शैतान के हर एक शब्दों को यीशु के नाम में तोड़ने के लिए हालेलुया उसके विरोध में आत्मा में तैयार हो जाएं। हालेलुया। जो लोग हालेलुया मैं जानता हूं कुछ बीमारियां जो आपके ऊपर डाली गई है वो बीमारी नहीं है, मगर उसके पीछे अंधकार की शक्तियों का काम है। यीशु के नाम में उन बीमारी की शक्तियों को तोड़ने के लिए आप आत्मा में तैयार हो जाएं। ഏലിയാവിനെതിരെയും सेम तंत्रम। देखो एलिया के विरोध में भी हालेलुया वैसे का वैसा चाल चला गया। നാബോത്തിനോട് പറഞ്ഞില്ല കൊല്ലുമെന്ന്, नाबोत से तो बोला नहीं कि मैं तुझे मारूंगी, അവൾ എഴുതിയ എഴുത്തിനകത്ത് നാബോത്തിന് രക്തം വീണ് കിടക്കുക। मगर जो लेख जो चिट्ठी उसने लिखा था उसी चिट्ठी में हालेलुया नाबोत का खून जो है बह चुका था। യെരുശലേമിന്റെ പട്ടണത്തിന് വെളിയിൽ ചെതറി വീണ രക്തത്തിന്റെ ഉറവിടം നമ്മൾ നോക്കിയാൽ അത് ഇസബേലിന്റെ വിരൽ വരെ എത്തുന്ന സ്ഥലമാണ് ആ രക്തത്തിന്റെ തുടക്കം। देखो हालेलुया यरूशलेम शहर के बाहर जो नाबोत के शरीर से लहू बहा है, उस लहू बहने के पीछे हम देख सकते हैं कि इजेबेल के हाथों के द्वारा लिखी हुई वो चिट्ठी है। നാബോത്തിന്റെ കണ്ണിലും നാബോത്തിന്റെ മുഖത്തും നാബോത്തിൽ നിന്ന് വരുന്ന ശബ്ദം, എന്തുകൊണ്ടാ കർത്താവേ, എന്തുകൊണ്ടാ ദൈവമേ, എന്തുകൊണ്ടാ കർത്താവേ സമയത്തിനു മുമ്പ് ഈ മരണം എന്നെ തേടി വരുന്നത്? നാബോത്തെ നീ അറിയുന്നില്ല, നിനക്കൊരു ചോദ്യമാ, പക്ഷേ ഇത് കാണാൻ കരുത്തുള്ള ഏലിയാവുമാരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുക। हालेलुया नाबोत इस प्रकार परमेश्वर से हालेलुया नाबोत का शरीर इस प्रकार से परमेश्वर से पूछ रहा है कि है परमेश्वर समय से पहले मेरी मृत्यु क्यों हुई, मेरे जीवन में ये विपत्तियां क्यों आई। हालेलुया मगर नाबोत नहीं जानता है कि उसके विरुद्ध में क्या चाल चला गया है, मगर एलिया के जैसे दर्शन पाए हुए लोग आज तैयार हो रहे हैं। ഇസബേൽ നാബോത്തിനോട് പറഞ്ഞില്ലേലും ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു 24 hours 24 മണിക്കൂറിൽ ഞാൻ നിന്റെ പ്ലാൻ മുഴുവനും കുഴിച്ചുമൂടും। हालेलुया इजेबेल ने नाबोत से तो हालेलुया नहीं कहा कि मैं तुझे मारूंगी, मगर एलिया से अपने हालेलुया दूत के द्वारा कहला उसने भेजा कि 24 घंटे के अंदर तेरी सारी योजनाओं को मैं समाप्त कर दूंगी। ഏലിയാവ് ഇത് കേട്ടതുമല്ല, ബൈബിൾ പറഞ്ഞു ഒരു ദിവസത്തെ വഴി ദൂരം ഓടി। देखो जैसे ही इस समाचार को एलिया ने सुना, वचन कहता है कि वो इतने दूर तक भागा कि एक दिन का रास्ता उसने पार कर लिया। അവസാനം ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുകൊണ്ടൊരു പ്രാർത്ഥന, മതി കർത്താവേ। और आखिर में एलिया उस जाऊ के पेड़ के नीचे पड़े पड़े परमेश्वर से प्रार्थना कर रहे हैं कि है प्रभु बहुत हो चुका। പറഞ്ഞാൽ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മറുസൈഡ് ഞാൻ പറയാം, കർത്താവേ ഇസബേലിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്। यस हालेलुया एलिया की प्रार्थना का यही अर्थ था। वो परमेश्वर से कहते हैं कि है परमेश्वर मेरा प्राण जो है इजेबेल के हाथों में तू मत देना। എനിക്കൊരു ചോദ്യം, ഈ ഏലിയാവ് താങ്കൾ ഓടാൻ കാര്യം? मेरा सवाल यह है कि है एलिया तू डर के भागा क्यों? ഏലിയാവ് പറയും ഈ സ്ത്രീ ആർക്കെതിരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് അതുപോലെ ഈ മണ്ണിൽ ചെയ്ത സ്ത്രീയാണ്। और एलिया इस प्रकार बोलेगा कि इस इजेबेल नाम की स्त्री ने इस दुनिया में किसी के विरुद्ध भी कुछ बोला है तो वैसे का वैसा वो हर बार करती है, वो हमेशा से करती आ रही है। അതിന്റെ ഉദാഹരണമാണ് നാബോത്ത്। देखो उसका उत्तम उदाहरण है नाबोत का जीवन भी। അതിന്റെ ഉദാഹരണം ഇതുപോലുള്ള നാബോത്തുമാർ അവിടെ മണ്ണിൽ ചോര വീണ് തുടഞ്ഞു മരിച്ചത് ഞങ്ങൾക്കറിയാം। और एलिया इस प्रकार बोलेगा कि नाबोत के जैसे अनेक लोगों का लहू हालेलुया उस मिट्टी में बहा है। इजेबेल ने जो बोला है उसने वैसा किया है, इसको हम अच्छे से जानते हैं। അതിനർത്ഥം ഇത് നോർമൽ മന്ത്രവാദമല്ല। तो इसका मतलब है ये साधारण सा एक जादू टोना नहीं है प्रियो। ഇത് കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും। देखो अगर उसने बोला है कि मैं खत्म करूंगी तो वो खत्म जरूर करेगी। വഴി അടയ്ക്കൂ എന്ന് പറഞ്ഞാൽ അടച്ചിരിക്കും। अगर उसने बोला है कि मैं मार्ग को बंद कर दूंगी तो वो जरूर बंद कर देगी। ശുശ്രൂഷ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചിരിക്കും। अगर उसने बोला है कि तेरी सेवकाइयों को मैं खत्म कर दूंगी तो वो जरूर कर देगी। ഇങ്ങനെ
ചൂരച്ചെടിയിൽ കിടക്കുന്നവനെ ഇറങ്ങി വരുന്ന ദൂതൻ തട്ടിയേച്ച് പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് ഇതൊന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യും. देखो ऐसे डर के मारे उस जाऊ के पेड़ के नीचे पड़े हुए उस एलिया के पास स्वर्गदूत उतर कर आकर उसके शरीर पर उसको तपतपाते हुए उससे कहते हैं कि तू अपनी नींद में से उठ और इसको खा पी ले. മണ്ണിൽ കിടക്കുന്നവനെ തട്ടിയേച്ച് പറഞ്ഞു, എഴുന്നേറ്റ് ഈ അപ്പവും ഈ വെള്ളവും കുടിക്കുക. देखो जो हालेलुया नीचे जमीन पर लेटा हुआ था उसके ऊपर तपतपाकर उससे कहा गया कि तू वहां से उठकर खड़ा हो जा और ये इसे रोटी और पानी में से खा पी ले. ഇസബേലിനെ എതിരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിന്റെ മുമ്പിലേക്ക് ദൈവം ഒരു കയ്യിൽ അടയും മറുകൈയിൽ വെള്ളവുമായിട്ട് ദൂതനെ അയക്കുക. देखो इजबेल के विरुद्ध में हालेलुया परमेश्वर को अपने दास को इस्तेमाल करना था. उस इस्तेमाल करने से पहले परमेश्वर अपने स्वर्गदूत को भेजकर उसके हाथ में रोटी और उसको पानी देते हुए हम देख सकते हैं. ഇതെന്തിനെയാ കാണിക്കുന്നത്? ये किस बात को दर्शाता है प्रियो? ഒരു കയ്യിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം, देखो एक तरफ हालेलुया मारे गए हुए उस यीशु मसीह का शरीर रूपी मांस, മറു സൈഡിൽ അവന്റെ തിരുമാർവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിന്റെ അടയാളമായ വെള്ളം, और दूसरी तरफ यीशु के शरीर से बहा हुआ लहू, उसकी परछाई रखने वाला पानी. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. यीशु ने कहा है कि जो लोग प्यासे हैं वो मेरे पास आ जाए. ഇച്ഛിക്കുന്നവന് ഞാൻ ജലം കൊടുക്കാമെന്ന്. जो लोग चाहते हैं उनको मैं जीवन का जल दूंगा. ഒരു സൈഡിൽ അപ്പം, മറു സൈഡിൽ വീഞ്ഞ്. देखो एक तरफ रोटी, दूसरी तरफ यीशु का लहू. ഇത് ക്രിസ്തുവിന്റെ കാൽവറിയുടെ പ്രിയരെ. ये यीशु मसीह का काल्वरी क्रूस है प्रियो. ഒരു സൈഡിൽ പിശാച് പറയുന്നു, ഇസബേൽ പറയുന്നു 24 hours. और एक तरफ को शैतान इजबेल के इस रूप में आकर कहती है कि 24 घंटे के अंदर तुझे खत्म कर देंगे. എന്നാൽ മറുസൈഡിൽ ഇറങ്ങി വരുന്ന തകർക്കപ്പെട്ട ശരീരവും അതിനകത്തുനിന്ന് ഒഴുകി ഇറങ്ങിയ രക്തവും പറയുന്നു, ഹല്ലേലൂയ, കാൽവറിയിൽ വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം മുഴുവൻ വെപ്പിച്ചേച്ച് നിനക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് തന്റെ രക്തത്തിലൂടെ ഞാൻ മായ്ച്ചതാ. ഇസ്രായേലിന്റെ വിധിയെഴുത്തിന് മുഴുവൻ ഒരു ബ്ലഡ് ഇറങ്ങി മായ്ച്ചത് അറി. നീ മരിക്കയില്ല, നീ ഇത് അറിഞ്ഞാൽ ജീവനോടെ നീ മുന്നോട്ട് പോകും. हालेलुया. मगर दूसरी तरफ में हम देखते हैं हालेलुया यीशु मसीह का लहू और यीशु मसीह का मांस हालेलुया उस रोटी और पानी के समान एलिया के पास लाकर उसको दिया जा रहा है. और उससे कहा गया कि यीशु जो काल्वरी क्रूस पर तेरे लिए बलिदान हुआ, उसके कोड़े खाने से, उसके मारे जाने से हर एक प्रधानताओं को, हर एक शैतान के चालों को खत्म कर देने वाला परमेश्वर का लहू और उसका मांस है. ये तेरे को, तेरे जीवन को वो समाप्त होने नहीं देगा, मगर इजबेल के हर एक शक्तियों को तो उन पर जीत हासिल करने जा रहा है. നിന്റെ മരണം അവന്റെ മേലായി. हालेलुया. तेरा मृत्यु भी उसके साथ मिल चुका है. അങ്ങനാണെങ്കിൽ ആ മരിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ നീയും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണ് ഏലിയാവേ. हालेलुया. अगर ऐसा है तो यीशु मसीह मर के तीसरे दिन जी उठे हैं, तो उसके साथ हमारा भी शरीर मिल चुका है. इसलिए है एलिया, तू मरा नहीं है, अभी तेरा जीवन जो है, तेरा शरीर जो उसके साथ जी उठा है. അങ്ങനെയെങ്കിൽ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ എൻ മൂലം ആ മരിച്ചെന്നല്ലടാ, മരണം പറഞ്ഞ സ്ഥാനത്ത് നീ ജീവനോട് വാഴുമെന്ന് അറിയുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. इसलिए हालेलुया जिस प्रकार वचन कहता है, जो मेरे शरीर रूपी हालेलुया इस हालेलुया मांस में से खाते और इस कटोरे में से पीते हैं, वे लोग मृत्यु को नहीं मगर उनके अंदर नया जीवन है. जो इस बात को समझते हैं और पहचानते हैं हालेलुया आपके अंदर मृत्यु नहीं प्रियो, परमेश्वर का जीवन आ रहा है. लोग हालेलुया परमेश्वर की स्तुति करें. അങ്ങനാണെങ്കിൽ നാബോത്തെ നീ മരിക്കാൻ കാരണമല്ല, നാബോത്തിന് മുന്തിരിയെ കുറിച്ച് അറിയാം, അല്ലെ രക്തത്തെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്, ശരീരത്തെ കുറിച്ചുള്ള വെളിപ്പാടില്ല. हालेलुया. नाबोत के जीवन में मृत्यु क्यों आया? क्योंकि वो दाग के बारे में तो जानता है, लहू के बारे में तो जानता है, मगर उसको रोटी के बारे में या यीशु के मांस के बारे में, शरीर के बारे में उसके जीवन में प्रकाशन नहीं था.
അങ്ങനാണെങ്കിൽ യേശുവിന്റെ ശരീരത്തെയും യേശുവിന്റെ രക്തത്തെയും കുറിച്ച് അറിയുന്നവൻ അത് അകത്തോട്ട് കഴിച്ചാൽ മരണക്കിടക്ക വിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഇസ്രായേലിന്റെ ഭാവിയെ പറയും. ഇസ്രായേലിനെ മതിലിനരികെ വെച്ച് നായ്ക്കൾ നക്കുമെന്നല്ല, നായ്ക്കൾ തിന്നിട്ട് പറയും ഇത് ഇസ്രായേൽ എന്ന് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു മാംസ തുണ്ടമാക്കിയതിനെ മാറ്റും. देखो हालेलुया, जो लोग उसके यीशु के हालेलुया मांस और लहू में से खाते पीते हैं, उन लोगों के अंदर मृत्यु नहीं मगर उनके अंदर जीवन आएगा। और उस एलिया के समान फिर वो भविष्यवाणी कर पाएंगे कि ये इजेबेल नाम की उस अंधकार की शक्ति का हालेलुया शरीर जो है, हालेलुया उस शहर के बाहर या फाटक के पास कुत्ते आकर इस प्रकार उसको खा जाएंगे कि अब उसका शरीर जो है इजेबेल है करके भी लोगों को समझ नहीं आएगा। ഏലിയാവിനെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഏലിയാവ് 2 പദം പറഞ്ഞു. ഏലിയാവ് നാബോത്തിനെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച ആഹാബിനോട് പറഞ്ഞു, എവിടെയാണോ നാബോത്തിന് രക്തം വീണ ഇടം അവിടെ വെച്ച് തന്നെ നായ്ക്കൾ നിന്റെ രക്തവും നക്കും. हालेलुया, जिस प्रकार हालेलुया एलिया ने इस प्रकार बोला कि नाबोत का लहू जहां पर बहा गया है वहीं पर तेरे लहू पर भी हालेलुया कुत्ते आकर उस लहू को चाटेंगे। മറുസൈഡിൽ ഇസബേലിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇസബേലേ നീ നിൽക്കുന്ന അതേ കൊട്ടാരത്തിന്റെ മതിന്റെ താഴെ വീണിട്ട് നിന്നെ നക്കുവെന്നല്ല, നിന്നെ നായ്ക്കൾ കടിച്ചു കയറി അത് ഇസബേൽ എന്ന് പറയാൻ കഴിയാത്തതുപോലെ നിന്നെ എന്താ പറഞ്ഞത് ഒരു പിണ്ടമാക്കി കളയുന്ന നായ്ക്കളുടെ കൂട്ടം വളയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. और एलिया ने फिर इस प्रकार बोला कि है इजबेल जिस राजमहल में तू खड़ी है वहां से हालेलुया उस इमारत के ऊपर से नीचे गिरकर तू खत्म हो जाएगी, तू मर जाएगी। वहां पर कुत्ते आकर तेरे मांस को चाटेंगे करके नहीं मगर तेरे शरीर को टुकड़े टुकड़े में वो खा जाएंगे। एक हालेलुया एक बहुत बड़ा झुंड आकर तेरे शरीर को खाकर खत्म कर देंगे। फिर तेरे को हालेलुया लोग पहचान भी नहीं पाएंगे कि तू इजबेल नाम की एक स्त्री थी। അങ്ങനാണെങ്കിൽ ആരാണ് ഇസബേലിന്റെ ഭാവിയെ പ്രവചിക്കുന്നത്? देखो इजबेल नाम की उस अंधकार की शक्ति का भविष्य कौन तय करता है प्रियो? ഈ അപ്പവും ഈ വെള്ളവും ഈ അപ്പവും ഈ വീഞ്ഞിനെയും ക്രിസ്തുവിന്റെ കാൽവരിയെ ഗൗരവമായിട്ട് കാണുന്നവൻ പറയും, പിശാചല്ലട എന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്, മന്ത്രവാദമല്ലട എന്റെ കുടുംബ ചരിത്രത്തെ തീരുമാനിക്കുന്നത്, പകരം മന്ത്രവാദിയുടെ ഭാവിയെ ഞാൻ പറയാം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അടുത്ത ഇന്ന ദിവസത്തിനകത്ത് നീ ഒരു മാംസം എന്ന് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഇസ്രായേല് നിന്റെ രാജിക വസ്ത്രത്തെ മുഴുവൻ കടിച്ചു കീറുന്ന എന്റെ ദൈവത്തിന്റെ നായ്ക്കൾ നിന്റെ മേൽ കടിച്ചു കീറാൻ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. हालेलुया, अगर ऐसा है तो हालेलुया जो लोग उस कालवरी क्रूस के हालेलुया कालवरी क्रूस में बहे हुए यीशु के लहू और उसके मांस पर हालेलुया विश्वास करते हैं, जो उसमें सहभागी होते हैं, वे लोग आत्मा में इस प्रकार कह सकते हैं कि हालेलुया अब तू मेरे भविष्य के बारे में भविष्यवाणी नहीं करेगी हालेलुया मगर मैं तेरे विरोध में भविष्यवाणी कर सकता हूं। आत्मा में मैं बोल सकता हूं कि 24 घंटे बीतने से पहले जो है स्वर्ग में से हालेलुया परमेश्वर अपने लोगों को भेजकर तेरे जीवन को समाप्त करने पर है। അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ പറയണം, നാബോത്തായിട്ട് ഞാൻ തീരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഏലിയാവായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക. अगर ऐसा है तो हम भी विश्वास के साथ बोले कि मैं नाबोत के समान समाप्त होना नहीं चाहता मगर एलिया के समान जीवन जीना चाहता हूं। അങ്ങനാണെങ്കിൽ ആർക്കും ഇത് ഫലിക്കത്തില്ല. तो कौन, मैं पूछना चाहूंगा कि तो फिर किन के जीवन में ये पूरा नहीं होगा या जादू टोना प्रबल नहीं होगा? ആത്മാവിൽ ഇസബേലിന്റെ ഭാവിയെ പ്രവചിക്കുന്ന ഏലിയാവിന്റെ മേൽ ഇസബേലിന്റെ മന്ത്രവാദ എഫക്റ്റ് ആകത്തില്ല. देखो आत्मा में इजबेल के विरुद्ध में भविष्यवाणी करने वाले उस एलिया के ऊपर इजबेल का कोई भी तंत्र मंत्र प्रबल नहीं हो सकता। പക്ഷെ നാബോത്തുമാർ ആത്മാവിൽ ഇസബേലിനെ കാണാതിരുന്നാൽ തിരിച്ചറിയുക നിന്റെ മേൽ ഇത് വരും. പക്ഷെ ഇന്ന് പകൽ ഇന്ന് കണ്ണു തുറന്നാൽ ചില ഇസബേലുമാർ താഴെ വീഴുന്നു നീ കാണാൻ പോവുക. मगर हालेलुया नाबोत के समान यदि हालेलुया आपकी आंखें आत्मिक आंखें बंद रहे हालेलुया जिससे इजबेल की शक्तियों को उसके चालों पर उसके तंत्रों को हम नहीं देख पाते हैं तो आपके ऊपर वो शक्ति प्रबल हो सकती है। मगर आप विश्वास करें कि हालेलुया इजबेल की शक्तियां हमारे सामने गिरकर खत्म होने जा रही हैं। വെളിപ്പാടുള്ളവന്റെ മേൽ ഇത് ചലിക്കത്തില്ല, വെളിപ്പാടില്ലാത്തവന്റെ മേൽ ഇത് എന്താ പറയുക നെഗറ്റീവായിട്ട് അടിക്കും.
यस, जिनके ऊपर परमेश्वर का प्रकाशन नहीं है उनके ऊपर हालेलुया शैतान के तंत्र मंत्र हालेलुया प्रबल हो सकते हैं, मगर जिनके अंदर परमेश्वर का प्रकाशन है, दर्शन है, उनके ऊपर यह प्रबल नहीं हो सकता। ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു. चेलों ने यीशु के पास आकर कहा कि तेरे नाम में हालेलुया दुष्ट आत्मा की शक्तियां जो है हमारे अधीन हो रही थी। യേശു അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, यीशु ने उनकी ओर देखकर कहा, നീ പറഞ്ഞു ഭൂതം കീഴടങ്ങിയെന്ന്. देखो तू तो बोल रहा है कि दुष्ट आत्मा तेरे वंश में हो रही है, നിന്നെ നീ കാണാത്ത ഞാൻ അങ്ങോട്ട് പറയാം. मगर जो तूने नहीं देखा उन बातों को मैं तुझे बताऊंगा। സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. यीशु ने उनसे कहा कि मैंने तो शैतान को बिजली के समान स्वर्ग से गिरते हुए मैंने देखा है। എടാ പിശാച് താഴെ വീണതാടാ, ഈ ഒരു പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ പൈശാചിക മേഖലകൾ താഴെ വീഴാൻ കാര്യം. देखो हालेलुया, जब आप हालेलुया यीशु के नाम में किसी शहर में जो आपने कदम रखा है, वही वजह है कि शैतान की शक्तियां वहां पर गिरने लगी। ആ ആത്മ വെളിപ്പാടുള്ളവനെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, ഈ വെളിപ്പാട് കേറി നിൽക്കാമോ, ഒന്നും ഒരിക്കലും നിനക്ക് ദോഷം വരുത്തത്തില്ല. इसलिए यीशु ने कहा कि क्या आप उस प्रकाशन में आ सकते हैं, उस प्रकाशन को अपने जीवन में पा सकते हैं, तो कोई भी वस्तु से तुम्हें कभी भी हानि नहीं होगी। ഒരു നിമിഷം വീഡിയോകൾ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു സെക്കൻഡ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. जो लोग अपना वीडियो ऑन करना चाहते हैं, आप अपना वीडियो ऑन करें, मैं आप लोगों के लिए प्रार्थना करूंगा। ഞാനൊന്ന് ചോദിക്കട്ടെ, एक प्रश्न मैं आपसे पूछना चाहता हूं, ഹൃദയം തുറന്നു പറയണം. आप अपना हृदय खोलकर इस प्रकार का मुझसे बताएं। പക്ഷെ എന്താണെന്നറിയത്തില്ല, അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. पास्टर जी मैं नहीं जानता, मगर जीवन में बराबर दुर्घटनाएं हो रही हैं। പാസ്റ്റർ എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ആ സാമ്പത്തിക വഴികൾ അടയുന്നു. पास्टर जी मैं नहीं जानता, मगर मेरे जीवन में आर्थिक मार्ग जो है जल्दी जल्दी बंद हो रहा है। എന്താണെന്നറിയത്തില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രയാസം ഉണ്ടാകുന്നു. और पास्टर जी हमें नहीं मालूम, मगर हम पति पत्नी के बीच में हालेलुया बराबर लड़ाइयां हो रही हैं, शांति नहीं रह पाती। എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് രോഗങ്ങൾ വരുന്നു. हम नहीं जानते, मगर बराबर बीमारियां एक के पीछे एक करके आ रही है। ഒരു സമയം കഴിയുമ്പോൾ എന്താണ് അസ്വസ്ഥത പെട്ടെന്നുണ്ടാകുന്നു. और नहीं मालूम कि एक कुछ समय के बाद फिर से परेशानियां हमारे जीवन में आ रही है। പക്ഷെ ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? मगर क्या आप लोग आज विश्वास कर सकते हैं? ഇതിന്റെ പിമ്പിൽ, കർട്ടന്റെ പിമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. देखो पर्दे के पीछे छिपी हुई एक अंधकार की शक्ति है। അതിന്റെ ഭാവിയെ നീ പറയാൻ ആത്മാവിൽ തയ്യാറായാൽ, उस अंधकार की शक्ति का भविष्य यदि आप लोग आत्मा में बोलने के लिए तैयार हैं, നിങ്ങൾ ഭയപ്പെടരുത്. आप डरे नहीं। ഇന്ന് പകൽ അതിനെ നോക്കിയിട്ട് നീ പറയണം, ഞാൻ പറയുക, എന്റെ അകത്തുള്ള ആത്മാവിൽ ഞാൻ പറയുക, യേശുവിന്റെ നാമത്തിൽ അടുത്ത 3 മാസങ്ങൾക്കകത്ത് ഇങ്ങനെ നിന്റെ ന്യായവിധി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഇറങ്ങിയിരിക്കും. देखो मगर विश्वास के साथ यदि उस अंधकार की शक्तियों को देखकर आप आत्मा में भविष्यवाणी करने के लिए तैयार है कि हालेलुया आने वाले 3 महीनों के अंदर तेरे ऊपर परमेश्वर का न्याय उतरेगा करके अगर आप हिम्मत से बोल सकते हैं तो वो वैसा ही होने जा रहा है। ചില രോഗങ്ങളുടെ പിമ്പിൽ നിൽക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. कुछ बीमारियों के पीछे अंधकार की शक्तियां हैं जो प्रयोग काम कर रही है। ചില കുടുംബ പ്രശ്നങ്ങളുടെ പിമ്പിൽ നിൽക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. कुछ पारिवारिक विषयों में समस्याओं के पीछे खड़ी एक अंधकार की शक्ति है। ചില തലമുറകളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അന്ധകാര മേഖലകളുണ്ട്. कुछ संतानों को या नई पीढ़ियों पर दृष्टि लगाए हुए अंधकार की शक्तियां हैं। പക്ഷെ ഇന്ന് പകൽ मगर आज सुबह ഏലിയാവിനെ പോലെ നീ ആത്മാവിൽ ക്രിസ്തുവിന്റെ കാൽവരിയെ കുറിച്ച് ഒരു തിരിച്ചറിവുള്ളവനാണോ? उस एलिया के समान यीशु मसीह के कालवरी क्रूस के बारे में क्या आप लोगों ने दर्शन पाया है? നീ വാ തുറന്ന് പറയാൻ തന്റെ ഇടമുള്ള ആളാണോ? क्या आप अपना मुंह खोलकर बोलने के लिए आपके अंदर क्या हिम्मत है? ചിലതിന്റെ വാഴ്ചകൾ എന്നേക്കുമായിട്ട് അവസാനിക്കാൻ പോവുക കേട്ടോ. देखो कुछ अंधकार की शक्तियों का हालेलुया उसकी प्रधानताएं, उसके अधिकार हमेशा हमेशा के लिए खत्म होने जा रहा है।
ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ പറയുന്ന ചില വിഷയങ്ങൾ ഞങ്ങളുടെ വീട്ടിനകത്തുണ്ട്, എന്റെ മേലുണ്ട്, എന്റെ ശുശ്രൂഷയിലുണ്ട് എന്ന് പറയുന്നവർ ഒരു നിമിഷം ഒന്ന് കരമുയർത്താമോ? हालेलुया। जो लोग कहते हैं कि हालेलुया ऐसे कुछ विषय जो पास्टर जी आपने बताए, ऐसे विषय मेरे ऊपर प्रबल हो रहे हैं या मेरे परिवार में ऐसे विषय प्रबल हो रहे हैं, जो लोग ऐसे कहते हैं अपने हाथों को उठा सकते हैं। जो लोग प्रार्थना चाहते हैं कि परमेश्वर उनमें से एक आजादी, एक मुक्ति मुझे चाहिए, वे लोग अपने हाथों को उठा सकते हैं। നിങ്ങൾ ലജ്ജിക്കുന്ന കാര്യമില്ല കേട്ടോ. आपको हालेलुया शर्मिंदा होने की जरूरत नहीं है, लज्जित होने की जरूरत नहीं है। രണ്ട് കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. दो विषयों के लिए मैं प्रार्थना करना चाहता हूं। ഒന്ന്, നിന്റെ കണ്ണ് തുറക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. सबसे पहला आपकी आत्मिक आंखें खुलने के लिए मैं प्रार्थना करूंगा। വർഷങ്ങൾ പിന്തുടരുന്ന ചില പ്രത്യേക വിഷയങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നെന്ന് അറിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏലിയാവിനെ പോലെ, ഏലീശയെ പോലെ കണ്ണു തുറന്ന പുതുനിയമത്തിലെ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരട്ടെ. हालेलुया। अनेक विषय हालेलुया जब जीवन में आते हैं मगर नहीं समझ आता कि ऐसे विषय क्यों आए हैं, मगर उस एलिया के समान, एलीशा के समान आत्मिक आंखें खुलने के लिए और आत्मिकता में आगे बढ़ने के लिए मैं आप लोगों के लिए प्रार्थना करूंगा। ഒരു രാജ്യത്തിൽ, അരാം രാജ്യത്തിലെ ഒരു രാജാവിരുന്ന് തീരുമാനിക്കുക, നാളെ രാവിലെ ആകുമ്പോൾ ഏലീശയെ പിടിക്കും. देखो, एक राज्य का राजा वो बैठकर इस प्रकार षड्यंत्र बना रहा है, अपना योजना बना रहा है कि कल सुबह होते ही हम एलिया को पकड़ लेंगे। നാളത്തെ പ്രധാന ഹോട്ട് ന്യൂസ് ഏലിയാവിനെ ഞങ്ങൾ പൂട്ടി, और ഏലീശയെ ഞങ്ങൾ പൂട്ടി. कल का जब से सबसे बड़ा हॉट न्यूज यही होगा, ताजा खबर यह होगा कि हमने एलीशा को पकड़ लिया है। ഏലീശ താമസിക്കുന്ന പ്ലേസ് അവർ സ്കാൻ ചെയ്തു. देखो, एलीशा जहां पर रहता था उस जगह को उन्होंने हालेलुया स्कैन कर लिया ആ പട്ടണം മുഴുവൻ അവർ വളഞ്ഞു और उस पूरे शहर को उन्होंने घेर लिया। എന്റെ ഒരു ചോദ്യം, ഏലീശ എന്ന് പറയുന്ന ഒരു 60 കിലോ 80 കിലോ അല്ലെ 75 കിലോ ഉള്ള ഒരു സാധാരണ മനുഷ്യനെ ഈ വളയാൻ ഒരു സൈന്യം വേണോ? ഒരു രാജ്യം ഇറങ്ങണോ? देखो, मेरा सवाल यही है प्रियो कि एक साधारण सा व्यक्ति जो एलिया या 60, 65 या 75 या 80 किलो का एक व्यक्ति है एलीशा, वो साधारण से एक हल्के से व्यक्ति को पकड़ने के लिए पूरे देश को, पूरे शहर को घेरने की क्या जरूरत है? 10 തടിമാടന്മാരെ ഏലിയാവിന്റെ വീട്ടിലോട്ട് ഏലീശയുടെ വീട്ടിലോട്ട് വിട്ടാ പോരെ? देखो, 10 अट्टे कट्टे लोगों को एलीशा के घर पे भेजना काफी नहीं था। ഒരു രാജ്യത്തിലെ രാജാവും മന്ത്രിമാരും സൈന്യവും ഒരുമിച്ച് പ്ലാൻ തയ്യാറാക്കുക, ആ പട്ടണം മുഴുവൻ സൈന്യം ഇറങ്ങി. मगर एक राज्य का पूरा राजा, उसका पूरा सैनिक, सब लोग योजना बनाकर उस पूरे क्षेत्र को या पूरे शहर को उन्होंने घेर लिया। അതിരാവിലെ ബാല്യക്കാരനായ ഗേഹസി വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ഒറ്റ നിലവിളിയാ. देखो, सुबह सुबह हालेलुया एलीशा का जो चेला था गेहसी, वो अपने घर से बाहर निकलकर जो नजारा देखता है, वो नजारे को देखकर वो जोर से चिल्ला के रोने लगा। आलरी करेगा, वो चिल्ला चिल्ला के फूट फूट के रोने लगा। മരണം തൊട്ടു മുമ്പിൽ. देखो, मृत्यु हमारे सामने आकर खड़ी है। ഞാനും ഏലീശയും കൊല്ലപ്പെടാൻ പോവാ. वो सोच रहा था कि मैं और एलीशा हम दोनों मारे जाएंगे। അതേ വീടിന്റെ വെളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ മുമ്പിലേക്ക് തന്റെ ചിരിച്ചുകൊണ്ട് ഏലീശ ഇറങ്ങി വരിക. देखो, उस घर के सामने खड़े होकर रोने वाले उस गेहसी के पास एलीशा जो है उतर कर आ रहे हैं। അവര് ഇവിടെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥന മുറിയിൽ എനിക്ക് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളെയും കുറിച്ച് ഓൾറെഡി കണ്ടേച്ചാണ് ഞാൻ നിൽക്കുന്നത്. देखो, एलीशा ने आत्मा में इस प्रकार बोला कि मैं अपने प्रार्थना के कमरे में जब बैठा था वहीं पर मैंने देख लिया कि हमारे लिए अग्निमय रथ, अग्निमय घोड़े, परमेश्वर की सेना जो है हमारे चारों तरफ उतर कर खड़ी है। അരാം രാജാവല്ലടാ ഏലീശേ, നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അരാം രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഭാവിയെ ഞാൻ പറയാറാ. ഈ അടുത്ത 24 മണിക്കൂറിനകത്ത് നിന്റെ കണ്ണടച്ചു പോകാൻ പോവുക. ചിലതിനെ ഇന്ന് നീ പറ, ഇന്ന് പകൽ ചിലതിനെ നോക്കിട്ട് ആത്മാവിൽ പറ, തന്റെടത്തോട് പറ. നിനക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശക്തികളെ നോക്കിട്ട് ആത്മാവിൽ പറയാ. 24 മണിക്കൂറിനകത്ത് ചിലതിന് മേൽ ദൈവത്തിന്റെ കരമറങ്ങാൻ പോവുക.
यस, एलीशा ने इस प्रकार बोला कि हालेलुया की हराम की सेना नहीं जो हमारे चारों तरफ खड़ी है, मगर स्वर्ग का दर्शन पाया हुआ एलीशा कहता है कि स्वर्ग की सेना मेरे लिए उतर कर आ चुकी है। हालेलुया, विश्वास के साथ परमेश्वर के प्रियो, हिम्मत धरकर आप भी बोले कि 24 घंटों के अंदर शैतान के तमाम कामों को परमेश्वर उसको खंडित करने जा रहा है, समाप्त करने जा रहा है। ഏലീശ ഗേഹസിയെ ചേർത്ത് പിടിച്ച് ഒരു പ്രാർത്ഥന, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. हालेलुया, एलीशा ने गेहसी को अपने बाहों में लेकर हालेलुया इस प्रकार प्रार्थना की कि है परमेश्वर इसकी आंखें खोल दे। ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത സൈന്യം, തന്റെ ആരാം സൈന്യത്തിന് മുകളിൽ കോടിക്കണക്കിന് ദൈവത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നത്, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സൈന്യം തീച്ചകത്തിറങ്ങി നിൽക്കുന്നത്. ഇത് ഗേഹസി കണ്ടപ്പോൾ ഗേഹസി ഞെട്ടിപ്പോയി. എടാ, ഞാൻ സാധാരണക്കാരനല്ല, എന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അരാമല്ല, എന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് മന്ത്രവാദിയല്ല. ഇന്ന് പകൽ വാ തുറന്ന് പറ, ചിലരുടെ മേൽ ഇന്ന് പൊട്ടാൻ പോകുക. ഞാൻ ആത്മാവിൽ അങ്ങനെ പറയുന്നു, ചിലരുടെ മേൽ ചില സീസണുകളെ ഇന്ന് പകൽ ദൈവം തുറക്കാൻ പോവുകയാ. हालेलुया, जब एलीशा ने इसे प्रार्थना किया तो गेहसी ने हालेलुया उसकी आंखें खुल गई और उसने देखा कि इतिहास में हालेलुया इतने अधिक सैनिकों को हालेलुया जो उसने कभी नहीं देखा था, करोड़ों करोड़ों स्वर्गदूतों को हालेलुया उस स्वर्गीय रथों को, अग्निमय रथों को परमेश्वर ने उसके लिए उतारा था। उसके अंदर हिम्मत आया, उसने बोला कि मैं एक साधारण व्यक्ति नहीं हूं, मैं परमेश्वर का संतान हूं। आज मैं आप लोगों से कहना चाहता हूं, कोई आराम की शक्तियां नहीं जो हमारे विरुद्ध में बोल सकती है, मगर हम अंधकार की शक्तियों के विरुद्ध बोलने जा रहे हैं। परमेश्वर उस पर अपने अद्भुत करने जा रहा है। ഞാൻ നിർത്താൻ പോകുക. 5 മിനിറ്റ് നമ്മൾ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. यस, 5 मिनट के लिए हम सब लोग अन्य भाषाओं में प्रार्थना करेंगे। ഒറ്റ കാര്യം, एक बात याद रखना है, ഇസബേൽ വാഴണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയാ. इजबेल को आपके ऊपर हुकूमत चलाना है या नहीं चलाना, उसका तय आप कर सकते हैं। ആരാം സൈന്യം ഇതിനകത്ത് അവന്റെ പ്ലാൻ വിജയിപ്പിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന നീയാ. आराम की सेना को अपनी योजना पूरी करनी है नहीं करनी, उसका तय आप कर सकते हैं। നിനക്കറിയാമോ നിന്റെ കുടുംബത്തിനെതിരെ പ്രശ്നമുണ്ടെന്ന്? आप जानते हैं कि क्या आपके परिवार के विरुद्ध समस्या है या नहीं? നിന്റെ ശുശ്രൂഷക്കെതിരെ വെല്ലുവിളി ഉണ്ടെന്ന്? आप जानते हैं कि आपके सेवकाइयों के विरुद्ध चुनौतियां हैं? അങ്ങനെയാണെങ്കിൽ എത്ര വർഷം നീ അതിൽ തുടരണം? अगर ऐसा है तो आप कितना साल और शैतान की अधीनता में रहना चाहते हो? ഇനി ഒരു 10 വർഷം ഇത് അനുഭവിച്ചുകൊണ്ട് പോകണം? क्या आगे के 10 साल और आप शैतान के उस सताव को सहना चाहते हो? നിങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേക്കാമോ? आप जहां पर भी बैठे हैं, क्या अपने अपने स्थानों में खड़े हो सकते हैं? നിങ്ങൾക്ക് ചവിട്ടാൻ ഇന്ന് പകൽ തന്റെ ഇടമുണ്ടോ ചിലതിനെ കയറി? देखो, आप आत्मा में हालेलुया कुचलने के लिए हालेलुया क्या आप लोग तैयार हैं? ബൈബിൾ ഇങ്ങനെ എന്നോട് പറയുന്നത്, बाइबल इस प्रकार मुझसे इस प्रकार कहती है, സമാധാനത്തിന് ദൈവമോ, शांति का परमेश्वर വേഗത്തിൽ സാത്താനെ जल्दी से शैतान को നിങ്ങളുടെ കാൽ കീഴെ ചകച്ചു കളയും. आपके पैरों तले वो कुचल देगा। ഇന്ന് പകൽ ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാതെ आत्मा में हालेलुया आप ऐसे करने के लिए तैयार है? सब लोग खड़े हो जाएं, एक पल के लिए सब लोग खड़े हो जाएं। हालेलुया, आत्मा में ഇന്ന് പകൽ പറയാൻ തയ്യാറായത്, आत्मा में ऐसा बोलने के लिए हम तैयार हो जाएं। അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാതെ अन्य भाषाओं में कुछ देर सब लोग मिलकर प्रार्थना करें। ഏലീശ പറഞ്ഞു, ഞാൻ एलीशा ने कहा, ഈ സകലതിനെ കണ്ണ് അടച്ചു പോട്ടെ. हालेलुया, एलीशा ने कहा कि मेरे बोलते ही सबकी आंखें जो है बंद हो जाएं। സ്വർഗം പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കൂട്ടമായിട്ട് നമ്മൾ ഈ എന്താണ് ലാപ്ടോപ്പിനകത്ത് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, എല്ലാവരുടെയും ഫോൺ മ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം. हालेलुया इस फोन में जिस प्रकार एक ऑप्शन दिया जाता है कि हालेलुया सब लोगों का फोन अगर एक साथ म्यूट करना है तो हम यहां से एक साथ कर सकते हैं। എത്ര പഠിപ്പുള്ളവൻ കടന്നുകൊണ്ട് ഇവിടെ ഞെക്കിയാലും അൺമ്യൂട്ട് ആകത്തില്ല, അൺലെസ് ആ ഓപ്ഷൻ അവിടെ ഓപ്പൺ ചെയ്യാത്ത കാലത്തോളം. देखो, कितना पढ़ा लिखा भी क्यों ना हो, कितनी भी कोशिश कर ले, जब तक यहां से अनम्यूट ना किया जाए फिर वो अनम्यूट नहीं हो सकता। അങ്ങനാണെങ്കിൽ 1-2 നിമിഷം നിങ്ങൾ പറയാമോ, ഇന്ന് ചിലതിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാ? अगर ऐसा है तो आप भी आत्मा में इस प्रकार बोले कि आज मैं आत्मा में कुछ बातों को ब्लॉक करने जा रहा हूं। നിന്റെ നന്മകൾക്കെതിരെ, आपके भलाइयों के विरोध में, ശുശ്രൂഷകൾക്കെതിരെ, आपकी सेवकाइयों के विरोध में, യാത്രകൾക്കെതിരെ, आपकी यात्राओं के विरोध में,
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിനെതിരെ, पति पत्नी के बीच के प्रेम संबंध में എന്തെല്ലാം ഇന്ന് പകലുണ്ടോ, ഇന്ന് പകൽ നിന്റെ പ്രാണനെ വിരോധമായി ചെയ്ത സകലത്തിന്റെ ചവിട്ടാണ്. 1-2 നിമിഷങ്ങൾ ആത്മാവിൽ ഒന്ന് എഴുന്നേക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കെൽപ്പുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ये साल आपके विरोध में हर शक्तियों के कामों को कुचलने के लिए सब लोग 1-2 मिनट के लिए अन्य भाषाओं में प्रार्थना करना शुरू करें.